Hello, good afternoon. Good afternoon, Miss. ഇല്ലല്ലോ എല്ലാവരും ഇനിയും കുറെ പേര് എത്താനുണ്ട്. വരുന്നത് വരട്ടെ അല്ലേ? തുടങ്ങാം. ഓക്കെ, തുടങ്ങാം. ഇത് ചുമയ്ക്കുണ്ട്. റെഡിയായോ എല്ലാവരും? റെഡിയാണോ? സാറിനോ? Yes, good afternoon, ma'am. Ready? ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ആഫ്റ്റർനൂൺ. റെഡിയായോ എല്ലാവരും? ഓക്കെ, റെഡിയായി. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വരുന്നവർ വരട്ടെ. നമ്മളെവിടെ പറഞ്ഞു നിർത്തിയത് കഴിഞ്ഞ ക്ലാസ്സില്? നമ്മള് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതില് എന്തൊക്കെയോ നമ്മള് പഠിച്ചു കഴിഞ്ഞ ദിവസം. ഏതാ പറഞ്ഞ നിർത്തിയത്? ലാസ്റ്റ് ടോപ്പിക് ഏതായിരുന്നു ഓർമ്മയുണ്ടോ? Line manage duty. HR മാനേജേഴ്സിന്റെ ഡ്യൂട്ടീസ് അവിടെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് അല്ലെ? HR മാനേജർ, ഹ്യൂമൻ റിസോഴ്സ് മാനേജറിന്റെ ഡ്യൂട്ടീസ് ആണ്. എന്റെ സൗണ്ട് ക്ലിയർ അല്ലേ? സൗണ്ട് കേൾക്കാൻ പറ്റണല്ലേ? നിങ്ങൾ വളരെ പതുക്കെ പറയണ പോലെ എനിക്ക് തോന്നണം. അതെന്താ ചോദിച്ചാ? സൗണ്ട് ക്ലിയർ ആണോ? കേൾക്കണല്ലേ? കേൾക്കാലോ. ഓക്കെ. നിങ്ങൾ ഇങ്ങനെ പതുക്കെ എങ്ങനെ എല്ലാവരുടെയും സൗണ്ട് ഇങ്ങനെ ഭയങ്കര കുഞ്ഞതിലായിട്ട് കേൾക്കണം. ഞാൻ ഒത്തിരി വെച്ചിരിക്കണത്. അപ്പൊ അതേ ഒച്ചയിൽ അവിടെ എത്തണ്ടോന്നാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾ പതുക്കെ പറയുന്ന പോലെ സൗണ്ട് ക്ലിയർ അല്ലാതെ വന്നോന്നാണ് ചോദിച്ചത്. ഓക്കെ, ക്ലിയർ ആണ്. അപ്പൊ HR മാനേജറിന്റെ അതുപോലെ തന്നെ ലൈൻ മാനേജേഴ്സിന്റെ ഡ്യൂട്ടീസ് ആണ് നമ്മള് അവർ ഹെഡാണ് പറഞ്ഞു നിർത്തിയ. അതിനകത്ത് 2 സെഷൻസ് ആയിട്ട്, അതായത് HR മാനേജറിന്റെ ഡ്യൂട്ടീസും ലൈൻ മാനേജേഴ്സിന്റെ ഡ്യൂട്ടീസും ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ HR മാനേജറിന്റെ ഡ്യൂട്ടീസ് ഓൾറെഡി കണ്ടതാണ് അല്ലെ? HR മാനേജർക്ക്, അതായത് ഹ്യൂമൻ റിസോഴ്സ് മാനേജർക്ക് അദ്ദേഹത്തിന്റെ ഡിപ്പാർട്ട്മെന്റില് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? അതായത് ഒരു മാനേജറാണ്. മാനേജറുടെ ഡ്യൂട്ടി യൂഷ്വലി എന്താണ്? ടു മാനേജ് ഓവറോൾ അല്ലെ? അദ്ദേഹം ഒരു മാനേജ്മെന്റ് ആണ് അല്ലെ? കുറെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്ത് കൊണ്ടുപോകുക എന്നാണ് ഇദ്ദേഹത്തിന്റെ കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഹ്യൂമൻ റിസോഴ്സ് മാനേജർക്ക് അദ്ദേഹത്തിൻ്റെതായ ചില ഡ്യൂട്ടീസ് ഉണ്ട്, റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അത് നമ്മൾ പറഞ്ഞു. അതായത് ടാലന്റഡ് ആയിട്ടുള്ള, സ്കിൽഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ അവരുടെ ബെസ്റ്റ് യൂസ് ആക്കുക എന്ന് വെച്ചാൽ അവിടെയുള്ള എംപ്ലോയീസിനെ ഒരു ഓർഗനൈസേഷനിൽ പുതിയ എംപ്ലോയീസ് ഹയർ ചെയ്താൽ, റിക്രൂട്ട് ചെയ്താലും അല്ലെങ്കിൽ അവിടെയുള്ള എംപ്ലോയീസിനെ തന്നെയാണെങ്കിലും തീർച്ചയായും അവരെല്ലാം മാക്സിമം യൂസ് ചെയ്യുക, മാക്സിമം ഉപയോഗപ്പെടുത്തുക. ഓരോ എംപ്ലോയീസിനും പല കഴിവുകളും ഉണ്ട്. അപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു പ്രദേശത്ത് എന്തെങ്കിലും ഒരു ഓർഗനൈസേഷനിൽ ഒരു ജോലിക്ക് വേണ്ടി കയറുന്നു. നമുക്ക് ജോലി ചെയ്യാനായിട്ട് ഓരോ കാര്യങ്ങൾ നമുക്ക് അലോട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. ഇന്ന ഡിപ്പാർട്ട്മെന്റിലാണ് നീ ജോലി ചെയ്യുന്നത്, നിന്റെ ജോലി ഇന്നതൊക്കെയാണ് എന്ന് പറയാൻ നമുക്ക് ഇങ്ങനെ അലോട്ട് ചെയ്ത് തന്നിട്ടുണ്ടോ ഓരോ ജോലിയും? പക്ഷേ ഓവർ ആൻഡ് അബവ്, അതിനേക്കാളുപരി വി ക്യാൻ ഡു സംതിങ് എൽസ് അല്ലെ? നമുക്ക് വേറെയും ചില കാര്യങ്ങളും കഴിവുകളും ഒക്കെ ചിലപ്പോൾ ചെയ്യാനുണ്ടായിരിക്കും. അതേ ഓർഗനൈസേഷനില് മറ്റു പല ഇടങ്ങളിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും അവിടെ ഉണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? അവിടെ മാക്സിമം അതിനുവേണ്ടി ഉപയോഗിക്കുക. ബെസ്റ്റ് യൂസ് ഓഫ് എംപ്ലോയീസ് ടാലന്റ്സ് ആൻഡ് സ്കിൽസ്. എംപ്ലോയിയുടെ കഴിവുകളും സ്കില്ലുകളും ഒക്കെ എന്ത് ചെയ്യുക? ടാലന്റുകളും ഒക്കെ പരമാവധി ഉപയോഗപ്പെടുത്തുക. അതാണ് ഒന്നാമത്തെ ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത് HR മാനേജർ. പിന്നെ നമ്മൾ പറഞ്ഞു അവരുടെ എന്താ പറയാ, HR മാനേജർ അവരുടെ ഒപ്പമുള്ള സപ്പോർട്ടിംഗ് സ്റ്റാഫ്സിന്റെ HR മാനേജർ ഉണ്ട്. അപ്പൊ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ആ മാനേജർ എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ കൂടി മാനേജർ കൂടിയാണ്. അതായത് ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ അവിടെയുള്ള സ്റ്റാഫിന്റെ തന്നെ സപ്പോർട്ട് ചെയ്യുന്ന സ്റ്റാഫ്സിന്റെയും അതുപോലെ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള അവരുടെ ടീം, അവരെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് അഡ്മിനിസ്റ്റർ ചെയ്ത് കൊണ്ടുപോകാം. തന്നോടൊപ്പം വർക്ക് ചെയ്യുന്ന ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റും അതുപോലെ തന്നെ മറ്റ് സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള മറ്റ് ടീമുകളും ഒക്കെ ഉണ്ടെങ്കിൽ അവരെല്ലാം കൃത്യമായിട്ട് മാനേജ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളത് മാനേജറിന്റെ
HR മാനേജറുടെ ഡ്യൂട്ടിയാണ്. പിന്നെ ടു ബിൽഡ് ഓർ ടു എസ്റ്റാബ്ലിഷ് എ സ്ട്രോങ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ എംപ്ലോയർ ആൻഡ് എംപ്ലോയി, അല്ലെങ്കിൽ ഓർഗനൈസേഷൻ മാനേജ്മെന്റുമായിട്ട് അതുപോലെ തന്നെ എംപ്ലോയറും എംപ്ലോയിയുമായിട്ട് ഒരു നല്ല ബന്ധം എസ്റ്റാബ്ലിഷ് ചെയ്ത് കൊണ്ടുപോകുക. കാരണം ഈ ഒരു നല്ല ബന്ധം തന്നെയാണ് ഓവറോൾ ടു അച്ചീവ് ദ ഓർഗനൈസേഷണൽ ഗോൾ, ഓർഗനൈസേഷന്റെ കൃത്യമായ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാനായിട്ട് ഇവരെല്ലാവരും ഒത്തൊരുമിച്ച് എന്താ പറയാ നല്ലൊരു ബന്ധത്തിൽ ടീമായിട്ട് പ്രവർത്തിച്ചാൽ മാത്രമേ സാധിക്കുള്ളൂ. ഓക്കെ, അപ്പൊ അതിനു വേണ്ടിയിട്ട് അവരെ ഒരുക്കുക, അതിനു വേണ്ടിയിട്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ നേതൃത്വമൊക്കെ കൊടുക്കുക, അല്ലെ? അപ്പൊ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകുക. എന്തെങ്കിലും തരത്തിലുള്ള മിസ്അണ്ടർസ്റ്റാൻഡിങ്സ്, പ്രോബ്ലംസ്, ഇഷ്യൂസ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം സോൾവ് ചെയ്ത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുക, അല്ലെ? അല്ലാതെ നമ്മളിപ്പോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ആ പ്രശ്നം പരിഹരിക്കാതെ അത് മുന്നോട്ട് പോയാൽ പ്രശ്നത്തിന്മേൽ പ്രശ്നം ഇങ്ങനെ വന്ന് അതൊരു വലിയ തീർക്കാൻ പറ്റാത്ത മറ്റൊരു വലിയ ഇഷ്യൂ ആയി മാറും. അതിനേക്കാൾ ഉപരി എന്ത് ചെയ്യണം, ചെറിയ ചെറിയ ഇഷ്യൂസ്, നമുക്കറിയാം എന്ത് കാര്യമായാലും അവിടെ ചെറിയ ചെറിയ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അങ്ങനെയുള്ളതൊക്കെ നമുക്ക് ഹാൻഡിൽ ചെയ്ത് മാക്സിമം അത് ഇല്ലാതാക്കി, അല്ലെ, അവോയ്ഡ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ശ്രദ്ധിക്കാം. ഗൈഡിങ്, ഹെൽപ്പിംഗ് ടീം, റിക്രൂട്ടിംഗ് ആൻഡ് ഓൾസോ ഹയറിംഗ് എംപ്ലോയി. അതായത് ഇപ്പൊ അവരുടെ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ജോലിയാണ്, ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ജോലിയാണ് പുതിയ എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യുക, ഹയർ ചെയ്യുക എന്നുള്ളത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് അവരുടെ ടീമിനെ സഹായിക്കുക. ആ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റിലെ മാനേജർ എന്ന നിലയ്ക്ക് അവരുടെ ടീമിനെ സപ്പോർട്ട് ചെയ്ത് മാനേജ് ചെയ്യാം, അല്ലെ? അവരെ ഹെൽപ്പ് ചെയ്യുക ആവശ്യത്തിന്. അതായത് പുതിയ ആളുകളെ റിക്രൂട്ട് ചെയ്യുന്ന കാര്യത്തിലായിക്കോട്ടെ, അവരെ ഹയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നല്ലൊരു വർക്ക് ഫോഴ്സിനെ കൂട്ടാനായിട്ട്, നല്ലൊരു ജോലിക്കാരുടെ ഒരു ടീം ഉണ്ടാക്കാനായിട്ടുള്ള മറ്റ് ഡിപ്പാർട്ട്മെന്റിലെ മറ്റംഗങ്ങൾ പ്രയത്നിക്കുമ്പോൾ അവരെ ഹെൽപ്പ് ചെയ്യാം. ഓക്കെ, പിന്നെ മാനേജ് ആൻഡ് ഇംപ്ലിമെന്റ് എംപ്ലോയി ബെനഫിറ്റ് പ്രോഗ്രാംസ്, എംപ്ലോയിക്ക് ബെനഫിറ്റ് ഉണ്ടാക്കുന്ന പ്രോഗ്രാമുകൾ ഉണ്ടാക്കുക. എംപ്ലോയിക്ക് പല ബെനിഫിറ്റും ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ അവരുടെ കോമ്പൻസേഷൻ, അവർക്ക് കിട്ടുന്ന സാലറി അല്ലെങ്കിൽ വേജ്, അല്ലെ, കൂലി, നമ്മൾ ചെയ്യുന്ന ജോലിക്ക് അതിന് തക്കതായ ഒരു പ്രതിഫലം, അതിനെയാണ് വേജസ് എന്നോ സാലറീസ് എന്നൊക്കെ നമുക്ക് വിളിക്കാം. അത് പിന്നെ എന്ത് കിട്ടും, ബോണസും മറ്റു കാര്യങ്ങളൊക്കെ. എന്തെങ്കിലുമൊക്കെ ഫെസ്റ്റിവൽ സീസൺസ് ഒക്കെ വരുമ്പോൾ പല ഓർഗനൈസേഷൻസിൽ നിന്ന് എന്താ പറയാ ബോണസ് എന്ന രൂപത്തിൽ കുറച്ച് അഡീഷണൽ എമൗണ്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കൂടാതെ ചില ഓർഗനൈസേഷൻസ് ടി എ അല്ലെ, ട്രാവലിംഗ് അലവൻസ്, ഡിയർനെസ് അലവൻസ്, അതുപോലെ ഗ്രാറ്റുവിറ്റി, പെർക്വിസിറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരുപാട് ഉണ്ട് എംപ്ലോയീസിനെ കുറിച്ചിട്ട്. അപ്പൊ അങ്ങനെയുള്ള ബെനിഫിറ്റുകൾക്കൊക്കെ അവര് എത്രത്തോളം എംപ്ലോയീസ് അർഹതയുണ്ട്, അതൊക്കെ അതിനുവേണ്ടിയുള്ള പ്രോഗ്രാമുകളൊക്കെ കണ്ടക്ട് ചെയ്യുക, അത് കിട്ടാൻ വേണ്ടിയിട്ട് അവർക്ക് അതിനുള്ള കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യേണ്ടത് ഈ മാനേജർ തന്നെയാണ്. പിന്നെ ഓർഗനൈസേഷനിൽ ഉണ്ടാകുന്ന കോൺഫ്ലിക്ട്സ് വിച്ച് അറൈസ് ഇൻ ഓർഗനൈസേഷൻ, പലതരത്തിലുള്ള പ്രശ്നങ്ങള്, കോൺഫ്ലിക്റ്റുകളൊക്കെ ഓർഗനൈസേഷനിൽ ഉണ്ടാകുമ്പോൾ അതൊക്കെ സോൾവ് ചെയ്ത് അവോയ്ഡ് ചെയ്ത് കൊണ്ടുപോകുക. സോൾവ് ചെയ്യുക, ചെറുതല്ലേ, കുഴപ്പമില്ല, കുറച്ച് കഴിയുമ്പോൾ നമുക്കത് കുറച്ചുകൂടി രൂക്ഷമായിട്ട് അത് പരിഹരിക്കാനുള്ള സ്റ്റെപ്സ് എടുക്കാം എന്നല്ല ചിന്തിക്കണ്ടേ. അത് ചെറിയതിലെ നമ്മൾ അറിയലേ, തുടക്കത്തിലെ നമ്മൾ അതിനെ ഇല്ലാതാക്കണം. അത്തരം ഇഷ്യൂസ് അവോയ്ഡ് ചെയ്യുക, അതുപോലെ സോൾവ് ചെയ്യുക. പിന്നെ മാത്രമല്ല മറ്റ് ഡിപ്പാർട്ട്മെന്റ്സിലെ മാനേജേഴ്സുമായിട്ട്, മറ്റ് ഡിപ്പാർട്ട്മെന്റ് നമുക്കറിയാം, ഒരു ഓർഗനൈസേഷനിൽ പല ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഹോസ്പിറ്റൽസിൽ ഒത്തിരി ഡിപ്പാർട്ട്മെന്റുകളുണ്ട്, അല്ല, കാർഡിയോളജി, ഒഫ്താൽമോളജി, അങ്ങനെയൊക്കെ ഹോസ്പിറ്റൽസിൽ പല ഡിപ്പാർട്ട്മെന്റ് ഉള്ളതുപോലെ പല ബിസിനസ് ഓർഗനൈസേഷനിലും പല ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ്, സെയിൽസ് ഡിപ്പാർട്ട്മെന്റ്, ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ്, അല്ലെ, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ ഈ ഓരോ ഡിപ്പാർട്ട്മെന്റുകളിലും ഉള്ള മാനേജേഴ്സുമായിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഓർഗനൈസേഷന്റെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളിൽ തീരുമാനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അവരുമായിട്ട് കൺസൾട്ട് ചെയ്യാം. ഓക്കെ, ദീസ് ആർ ദ ഇമ്പോർട്ടന്റ് ഡ്യൂട്ടീസ് ഓഫ് HR മാനേജർ. HR മാനേജറിന്റെ പ്രധാനപ്പെട്ട ഡ്യൂട്ടീസ് ആണ് നമ്മളിപ്പോ പറഞ്ഞത്. ഇപ്പൊ രണ്ട് മാനേജേഴ്സിന്റെ ഡ്യൂട്ടീസ് ആണ് നമ്മൾ പഠിക്കാനായിട്ട് ഈ ഒരു ഹെഡിൽ പറഞ്ഞത്. ഒന്ന് HR മാനേജറുടെ ഡ്യൂട്ടി, മറ്റൊന്ന് ലൈൻ മാനേജേഴ്സ് ഡ്യൂട്ടി ആണ്. അപ്പൊ നമ്മൾ ഇനി ലൈൻ മാനേജർമാരുടെ ഡ്യൂട്ടി എന്താണെന്ന് നോക്കാം. ബിഫോർ സീയിങ് ദ ഡ്യൂട്ടീസ് ഓഫ് ലൈൻ മാനേജർമാരുടെ ഡ്യൂട്ടി എന്താണെന്ന് നമ്മൾ അറിയുന്നതിന് മുമ്പ് ലെറ്റ് us see who is a ലൈൻ മാനേജർ. ആരാണ് ലൈൻ മാനേജർ എന്ന് പറയുന്നത്? അതായത് ഒരു എംപ്ലോയി, ഒരു പേഴ്സൺ, ഒരു വ്യക്തിയാകാം, ഒരു എംപ്ലോയി, ഒരു തൊഴിലാളിയാണ് ഒരു ഓർഗനൈസേഷനിലെ, ഹു ഡയറക്ട്ലി ആക്ട്സ് അല്ലെങ്കിൽ ഹു ഡയറക്ട്ലി ഡയറക്ട്സ്. അതായത് ചില നിർബന്ധം 5 പോയിന്റ് എടുത്തോ, ഇതിനകത്ത് 5 പോയിന്റ് പറഞ്ഞു അല്ലെ. ഓക്കെ, അപ്പൊ ലൈൻ മാനേജർ എന്ന് പറയുന്നത് ഞാൻ വേഗം ഓടിച്ചിട്ട് പറയാം. അതായത് തന്റെ എംപ്ലോയീസിനെ, തന്റെ കൂടെ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനെ ഒക്കെ ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഓരോ ഇതുപോലെയുള്ള ലൈൻ മാനേജർമാരുണ്ടായിരിക്കും. അതാത് ഡിപ്പാർട്ട്മെന്റിലെ മാനേജർമാരുടെ ജോലിയാണ് ആ ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്ന് നിർദ്ദേശിക്കുന്നത്. അപ്പൊ അതിനുള്ള വഴിയൊരുക്കുക, നിർദ്ദേശിക്കുക, നിർദ്ദേശങ്ങൾ കൊടുക്കുക, ഡയറക്ട് ചെയ്യുക, അവരെ ഒക്കെ എന്ത് ചെയ്യുക,
ഇല്ലില്ല. അപ്പൊ അങ്ങനെ അവരെയൊക്കെ എന്താ പറയാ കൃത്യമായിട്ട് ഒരുക്കി കൊണ്ടുപോവുക. അങ്ങനെയുള്ള ആളെയാണ് നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഉണ്ട് കേട്ടോ. അത് അപ്പൊ ഓരോ ഡിപ്പാർട്ട്മെന്റിലെയും ലൈൻ മാനേജർമാർ എന്നാണ് നമ്മൾ വിളിക്കുക. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഡ്യൂട്ടീസ് ആണ്. ലൈൻ മാനേജർ ആരാണെന്നുള്ളത് അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞിരുന്നോ? പറഞ്ഞോ? യെസ്. അപ്പൊ നമ്മൾ അതിനകത്ത് 5 പോയിന്റ് പറഞ്ഞു. ഒന്ന് റിക്രൂട്ടിംഗ് ആൻഡ് ഹയറിംഗ്, ടാലന്റ് ടു ഫിൽ ടീം പൊസിഷൻസ്. തന്റെ ടീമിലെ ആ ഓരോ ലൈനിലുള്ള മാനേജർമാരുടെ ഡ്യൂട്ടിയാണ് എന്ത് എന്താ ചെയ്യേണ്ടത്? തന്റെ ഡിപ്പാർട്ട്മെന്റിൽ ഏതെങ്കിലും പുതിയ പുതിയ വേക്കൻസി വന്നിട്ടുണ്ടെങ്കിൽ അവിടെ പുതിയ പുതിയ ആളുകളെ റിക്രൂട്ട് ചെയ്യുക, ഹയർ ചെയ്യുക, ആ ഒരു ടീമിനെ ഫില്ലാക്കാൻ അല്ലെങ്കിൽ കംപ്ലീറ്റ് ആക്കാനായിട്ട്, അല്ലെങ്കിൽ ആ ഒരു ടീമിനെ എന്താ പറയാ ഒരു കംപ്ലീറ്റ് പാക്ഡ് ആക്കിയിട്ടുള്ള എംപ്ലോയീസ് അവിടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള റിക്രൂട്ട്മെന്റുകളും മറ്റുമൊക്കെ നടത്തുക. പിന്നെ ഇത് മാത്രം നടത്തിയാൽ മതിയോ? പോരാ. ഈ പുതിയ പുതിയ എംപ്ലോയീസിനെ ഹയർ ചെയ്യുമ്പോൾ ഷുഡ് ബി ഗിവൺ പ്രോപ്പർ ട്രെയിനിങ് അല്ലെ? അവർക്ക് വേണ്ടിയിട്ടുള്ള ചില ട്രെയിനിങ് അല്ലെങ്കിൽ സപ്പോർട്ടിങ് ഒക്കെ കൊടുക്കേണ്ടി വരും. എന്ത് ജോലി ചെയ്യണം, എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടി വരും അല്ലെ? അപ്പൊ അത് അവർക്ക് പുതിയ പുതിയ ഹയർ ചെയ്തിട്ടുള്ള പുതിയ എംപ്ലോയീസിനെ എന്ത് ചെയ്യണം? സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ അവർക്ക് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യാം. പിന്നെ ജോബ് റൊട്ടേഷൻ. ജോബ് റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ നമ്മള് ഇതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ്. റൊട്ടേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മാറ്റിയും മറിച്ചും ഒക്കെ ഇടുക അല്ലെ? റൊട്ടേഷൻ അങ്ങനെയാണ് അല്ലെ? അതെ, തീർച്ചയായിട്ടും ചില ഗ്യാപ്പുകൾ വരുമ്പോ ടീമിൽ അല്ലെങ്കിൽ തന്റെ ഡിപ്പാർട്ട്മെന്റിൽ ഏതെങ്കിലും തരത്ത് ഏതെങ്കിലും പുതിയ പുതിയ വേക്കൻസി വന്നു, അതിനെയാണ് നമ്മൾ ഇവിടെ ഗ്യാപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത്. ആ ഗ്യാപ്പ് കവർ ചെയ്യുക അത് ഈ റൊട്ടേഷനിലൂടെ എന്ന് വെച്ചാൽ നിലവിൽ അവിടെയുള്ള എംപ്ലോയീസിനെ തന്നെ ഈ ജോലിയിൽ നിന്ന് മാറ്റി ആ ജോലി. മനസ്സിലായോ? ഇത് മറ്റൊരു രീതിയിലും ചെയ്യാറുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? ചില ആളുകൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു കാര്യം തന്നെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദേ ഫീൽ ബോർഡം അല്ലെ? ബോറിങ്. അവർക്കൊരു ബോറിങ് ഫീൽ അനുഭവപ്പെടും. എന്താ കാരണം? ഇപ്പൊ നമ്മള് കാലത്ത് എല്ലാ ദിവസവും ഇത് തന്നെ ചെയ്യുന്നതല്ല. നമുക്ക് ഇതിനൊരു എന്താ പറയാ അങ്ങനെ നിരന്തരം കണ്ടിന്യൂസ് ആയിട്ട് ഒരേ കാര്യം നമ്മൾ റുട്ടീൻ ആയിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോ നമുക്കൊരു എന്താ പറയാ വെറുപ്പ് അല്ലെങ്കിൽ ഒരു മടുപ്പ് ചില കാര്യങ്ങൾ തോന്നാറുണ്ട്. അത് ജോലിയാണ് കേട്ടോ, അല്ലാതെ നമ്മുടെ കാലത്ത് എന്നിട്ട് കൃത്യനിർവഹണം റുട്ടീനായിട്ട് നമ്മൾ ചെയ്യുന്ന മറ്റു കാര്യങ്ങളൊന്നുമല്ല ഞാൻ ഉദ്ദേശിച്ചത്. അല്ലാതെ നമ്മളിപ്പോ ഒരു ജോലി കൃത്യമായിട്ട് ഞാൻ ഇതും ഇന്നലെ ഞാൻ തന്നെയാ ചെയ്തത് അല്ലെ? എല്ലാ ജോലികളും എന്ത് ചെയ്യുക? ഒരാള് കണ്ടിന്യൂസ് ആയിട്ട് എല്ലായ്പ്പോഴും ചെയ്യുമ്പോ അതിൽ നിന്ന് മാറ്റി ആളെ മാറ്റിയിട്ട് വേറൊരു കാര്യത്തിലേക്ക്, ഇത്രയും ദിവസം ടീച്ചിങ് ആണ് ചെയ്തത്, അപ്പൊ അത് മടുത്തോ എങ്കിൽ ഇതിൽ മാറ്റിയിട്ട് അവിടെ മറ്റൊരു കാര്യം ഇതേ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ വേറൊരു കാര്യം കൂടി നമുക്ക് ചെയ്യാം. ഈ നോട്ട്സും മറ്റു കാര്യമൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാം? മറ്റു കുട്ടികളിലേക്ക് എത്തിക്കാൻ, കുട്ടികളുടെ ക്ലാസ് റൂമിലേക്ക് കൊടുക്കാനുള്ള ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യം കൈകാര്യം ചെയ്യും എന്ന് പറഞ്ഞിട്ട് മാറ്റി കൊടുക്കാൻ ടീച്ചർക്ക്. മനസ്സിലായി? അപ്പൊ അത് ആ ഒരു എന്താ പറയാ ആ ഒരു ബോർഡം ഒഴിവാക്കാനായിട്ട് അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പൊ ജോബ് റൊട്ടേഷൻ എന്ന് പറയുന്നത് കവറേജ്, ഗ്യാപ്പ് കവർ ചെയ്യാനും അതോടൊപ്പം തന്നെ ആളുകളുടെ ബോറടിയൊക്കെ എംപ്ലോയീസ് നിരന്തരമായി ചെയ്യുന്ന ജോലി അവര് അതിൽ നിന്ന് ബോറടി മാറ്റാനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം ചെയ്യുന്നത് കേട്ടോ. ആ ജോബ് റൊട്ടേഷനൊക്കെ തരപ്പെടുത്തേണ്ടത് അല്ലെങ്കിൽ അതൊക്കെ നിശ്ചയിക്കുന്നത് നമ്മുടെ ലൈൻ മാനേജർ ആണ്. പിന്നെ പ്രൊവൈഡിങ് കോച്ചിങ് ആൻഡ് പെർഫോമൻസ്. അതായത് നമ്മുടെ ടീമിലെ മെമ്പേഴ്സിന്, അതായത് ആ ഒരു ഡിപ്പാർട്ട്മെന്റിലെ ടീമിലുള്ള എല്ലാ അംഗങ്ങൾക്കും അവർ ചെയ്യുന്ന ജോലി അതിനെ കുറിച്ചിട്ട് അവർക്ക് ജോലിക്ക് വേണ്ട കോച്ചിങ് കൊടുക്കുക. അതോടൊപ്പം തന്നെ അവരുടെ ഫീഡ്ബാക്ക്, അവരുടെ പെർഫോമൻസിന്റെ ഫീഡ്ബാക്ക് അവരെ അറിയിക്കുക. മനസ്സിലാവും? അപ്പൊ എങ്ങനെയാണ് ഓരോരുത്തർ ജോലി ചെയ്യണം, നിങ്ങൾ വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ട്, നമ്മൾ ഉദ്ദേശിച്ചാലും പെർഫോമൻസ് നിങ്ങളുടെ ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്, അതങ്ങനെയുണ്ടെങ്കിൽ ആ ഫീഡ്ബാക്ക് അവരെ അറിയിക്കുക. അല്ലെങ്കിൽ വേറെ കൂട്ടരോ നിങ്ങൾ കുറച്ചുകൂടി മെച്ചപ്പെടാനുണ്ട് കേട്ടോ, നമ്മൾ അങ്ങനെയാണ് ഉദ്ദേശിച്ചത്, അപ്പൊ നിങ്ങൾ ഒന്ന് കറക്റ്റ് ചെയ്യാം അല്ലെ? അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ചില കോച്ചിങ് ഒക്കെ ചിലപ്പോൾ പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. അപ്പൊ അവരുടെ പെർഫോമൻസ് നല്ല രീതിയിൽ എങ്ങനെയാണോ എന്ന് വിലയിരുത്തിയതിനു ശേഷം അതിന്റെ ഫീഡ്ബാക്ക് ആ ടീമിലെ മറ്റ് അംഗങ്ങളെ മെമ്പേഴ്സിനെ എല്ലാം അറിയിക്കുക. അതും ലൈൻ മാനേജർ ചെയ്യണം. നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയുക, മോശമാണെങ്കിൽ മോശം എന്ന് പറയുക. കുറച്ചുകൂടി മേക്കപ്പ് ചെയ്യാനുണ്ടെങ്കിൽ മേക്കപ്പ് ചെയ്യാനുള്ള കാര്യങ്ങൾ കോച്ചിങ് മറ്റു കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യും. ശരിയല്ലോ അല്ലെ? 4ാമത്തെ പോയിന്റ് ആയിരുന്നു അത്. കമ്മ്യൂണിക്കേറ്റിംഗ് ആൻഡ് എൻഷുറിംഗ് അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ഫങ്ഷണൽ ഓഫ് ഓൾ ഡിപ്പാർട്ട്മെന്റൽ ഗോൾസ്. അതായത് നമ്മുടെ ബിസിനസ് അല്ലെങ്കിൽ ഓർഗനൈസേഷന്റെ ഓരോ ഡിപ്പാർട്ട്മെന്റിനും ഓരോ തരത്തിലുള്ള ഓരോ ലക്ഷ്യമുണ്ട്. ഓരോ ജോലിയും ആണല്ലോ ഏൽപ്പിച്ചിരിക്കുന്ന ഓരോ ഡിപ്പാർട്ട്മെന്റിലെയും. ഒരു ഡിപ്പാർട്ട്മെന്റ് പർച്ചേസ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് അല്ല ചെയ്ത കാര്യമല്ല സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് ചെയ്യാം. അപ്പൊ ഓരോ ഡിപ്പാർട്ട്മെന്റും ദേ ഹാവ് ദെയർ ഓൺ ഗോൾ, അവരുടേതായ ലക്ഷ്യമുണ്ട്. അത് അവരെ മനസ്സിലാക്കുക, അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അവരെ കൊണ്ട് അത് ചെയ്യാനായിട്ട് ചെയ്യുമെന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഓരോ ഓർഗനൈസേഷന്റെയും ഗോൾസ് മനസ്സിലാക്കി കൊടുക്കുക, അത് നടപ്പിലാക്കാനുള്ള കാര്യങ്ങൾ ഉറപ്പുവരുത്തുക. ഓക്കെ, അവരുടെ ഫങ്ഷൻസ്. ഇപ്പൊ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് എന്തൊക്കെ ഫങ്ഷൻ ചെയ്യുന്നു? പല കാര്യങ്ങളും പർച്ചേസ് ചെയ്യാനുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പൊ പൈസ കൊടുത്ത് സാധനങ്ങൾ വാങ്ങിക്കുന്നുണ്ട്, പൈസ കൊടുക്കാതെ കടമായിട്ട് കുറെ സാധനങ്ങൾ വാങ്ങിക്കുന്നുണ്ട്. അത് എവിടെ നിന്നൊക്കെയാണ് വാങ്ങിച്ചത് അതൊക്കെ നോട്ട് ചെയ്ത് വെക്കണം അല്ലെ? പർച്ചേസ് ചെയ്ത ഗുഡ്സിന്റെ കാര്യങ്ങളും മറ്റു കാര്യങ്ങളും
ഇതൊക്കെ അവരെ അറിയിക്കണം അല്ലെ. അപ്പൊ അതിന് ആ ഒരു ഡിപ്പാർട്ട്മെന്റും എടുക്കുന്ന അവരുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണോ അത് അവരെ മനസ്സിലാക്കി കൊടുക്കുക. അത് അവരുടെ ഫംഗ്ഷൻ ആണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ അത് അവർ ചെയ്യുന്നുണ്ട് എന്ന് അവരുടെ ഫംഗ്ഷൻസ് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അതാണ് അണ്ടർസ്റ്റാൻഡിങ്. ഓക്കെ, അടുത്തത് നെക്സ്റ്റ് പോയിന്റ്, മെഷറിംഗ് ഇൻഡിവിജ്വൽ ആൻഡ് ടീം മെട്രിക്സ് ആൻഡ് പെർഫോമൻസ് അഗേൻസ്റ്റ് ടാർഗറ്റ്സ് ആൻഡ് മോണിറ്ററിംഗ് പ്രോഗ്രസ്. ഇനി ഓരോ വ്യക്തികളും ഓരോ എംപ്ലോയീസും ഒറ്റയ്ക്കൊറ്റയ്ക്ക് ജോലി ചെയ്യുന്നുണ്ട്, ടീമായിട്ടും ജോലി ചെയ്യുന്നുണ്ട് അല്ലെ. ഞാൻ എന്റെ ജോലി ചെയ്യുന്നു, എനിക്ക് തന്നിരിക്കുന്ന ലോട്ട് ചെയ്ത് തന്നിരിക്കുന്ന ചാപ്റ്റർ ഞാൻ വന്ന് പഠിപ്പിക്കുന്നു. അതോടൊപ്പം എന്റെ ടീമില് നിങ്ങളെ പഠിപ്പിക്കുന്ന മറ്റു ടീച്ചേഴ്സും ഉണ്ട്. ഞങ്ങളുടെ എല്ലാവരുടെയും ലക്ഷ്യം നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് HRM എന്ന് പറയുന്ന ഈ കോഴ്സ് എന്താ പറയാ വിതിൻ ടൈം നമുക്ക് പഠിപ്പിക്കുന്ന സമയത്ത് കംപ്ലീറ്റ് ചെയ്ത് തരിക. ആൻഡ് അത് ഞങ്ങളുടെ ടീമായിട്ടുള്ള കാര്യം. അതേസമയം ഇൻഡിവിജ്വൽ ആയിട്ട് എനിക്ക് തന്നിരിക്കുന്ന എനിക്ക് അലോട്ട് ചെയ്തിരിക്കുന്ന ചാപ്റ്റർ ഏതാണോ അത് ഞാൻ ചെയ്തു തീർക്കുക. അതും എന്റെ മാത്രം ഇൻഡിവിജ്വൽ ആയിട്ടുള്ള എന്റെ ഒരു ലക്ഷ്യമാണ് അല്ലെ. അങ്ങനെയല്ലേ ഓരോ ഓർഗനൈസേഷനിലും അങ്ങനെ തന്നെയാണ്. എല്ലാ ബിസിനസ് സ്ഥാപനങ്ങളിലും വ്യക്തിപരമായിട്ട് നമ്മൾ ചെയ്യേണ്ട ജോലിയുണ്ട്. ആ വ്യക്തികൾ എല്ലാം കൂടി ഒരു പ്രത്യേക ഡിപ്പാർട്ട്മെന്റിൽ ചേർന്നിരിക്കുന്ന എല്ലാ മെമ്പേഴ്സും അവർ ടീമായിട്ട് ചെയ്യേണ്ട ഇതുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ പെർഫോമൻസ് അനുസരിച്ച് നോക്കി അത് മോണിറ്റർ ചെയ്ത് ടാർഗറ്റ് അറ്റൈൻ ചെയ്തിട്ടുണ്ടോ, നമ്മളുടെ ഉദ്ദേശിച്ച രീതിയിലേക്ക് എംപ്ലോയീസ് എത്തിയിട്ടുണ്ടോ, ഇനി അതിന്റെ പ്രോഗ്രസ് ഒക്കെ മോണിറ്റർ ചെയ്യുക. എത്രത്തോളം വളർച്ച ആ ഒരു ഡിപ്പാർട്ട്മെന്റിലുണ്ട്, അവരുടെ ജോലിയിലുണ്ട് എന്നൊക്കെ മോണിറ്റർ ചെയ്യാം. അതും നമ്മുടെ ലൈൻ മാനേജറുടെ ഡ്യൂട്ടിയാണ്. മനസ്സിലായോ? ആറാമത്തെ പോയിന്റ് ഇതാണ് നമുക്ക് തുടങ്ങേണ്ടത്. 6th പോയിന്റിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇറങ്ങിപ്പോയാ? ഹലോ ഓക്കെ, യെസ്. അടുത്തത് 7ാമത്തെ പോയിന്റ് എന്താ? റെക്കഗ്നൈസിംഗ് വെൻ കറക്റ്റീവ് ആക്ഷൻസ് ആർ റിക്വയർഡ്. ചിലപ്പോഴൊക്കെ ചില പോരായ്മകൾ ചില ഡിപ്പാർട്ട്മെന്റുകളിലൊക്കെ ഉണ്ടായിരിക്കും അല്ലെ. ആ ഡിപ്പാർട്ട്മെന്റുകളിൽ എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ ഉണ്ടെങ്കിൽ അതിന് കറക്റ്റീവ് ആയിട്ടുള്ള ഒരു ആക്ഷൻ, ഇത് ആ ഒരു തെറ്റായി പോയ അല്ലെങ്കിൽ മോശമായി പോയ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ തിരുത്താനുള്ള ചില ആക്ഷൻസ് എപ്പോഴൊക്കെയാണ് അത് ചെയ്യേണ്ടത് എന്ന് റെക്കഗ്നൈസ് ചെയ്യുക, മനസ്സിലാക്കുക. കണ്ടോ? അതായത് ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഏതെങ്കിലും തരത്തിലുള്ള പോരായ്മകളും മറ്റുമൊക്കെ ഉണ്ടെങ്കിൽ ആ പോരായ്മകളെയൊക്കെ തിരുത്തി അല്ലെ അതൊക്കെ സോൾവ് ചെയ്ത് അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് അതിനെ എന്താ പറയാ ശരിയായിട്ടുള്ള രീതിയിലേക്ക് കൊണ്ടുവരാനുള്ള ആക്ഷൻസ് എടുക്കുക. തെറ്റായിട്ടുള്ള എന്താ പറയാ നമ്മളുടെ ബിസിനസ് ഓർഗനൈസേഷൻസിലെ പല രീതിയിലും പല കാര്യങ്ങളും ഉണ്ടാകും. നമ്മൾ എംപ്ലോയീസ് തമ്മിലുള്ള ഇഷ്യൂസ് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, എംപ്ലോയീസ് പരസ്പരം ഉണ്ടാകുന്ന ഇഷ്യൂസ് ഒന്നും അല്ല ഉദ്ദേശിക്കുന്നത്. അതല്ലാതെ എന്തുകൊണ്ട് നമ്മൾ ഉദ്ദേശിച്ച ടാർഗറ്റിലേക്ക് എത്തിയില്ല, ചിലപ്പോൾ അതായിരിക്കാം. അല്ലെങ്കിൽ നമ്മൾ വർക്കേഴ്സിൽ നിന്ന് ഇത്രയാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് അവർക്ക് അറ്റൈൻ ചെയ്യണമെന്ന് പറഞ്ഞത്, പക്ഷെ അവരവിടെ എത്തിയില്ല. പിന്നെ നമ്മൾ എന്തുകൊണ്ട് ചില സമയത്ത് നമ്മൾ ഡൗൺ ആയി പോകുന്നു, നമ്മുടെ പെർഫോമൻസ് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ എംപ്ലോയീസിൽ നിന്ന് കിട്ടുന്നില്ല, അങ്ങനെ പല കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങൾ എങ്ങനെ തിരുത്താം, അതിന് എന്ത് കറക്റ്റീവ് ആയിട്ടുള്ള ആക്ഷൻ നമുക്ക് എടുക്കാം എന്ന് മനസ്സിലാക്കുക എന്നുള്ളതും എംപ്ലോയിയുടെ നമ്മുടെ എന്താ പറയാ ലൈൻ മാനേജറുടെ ഒരു ഡ്യൂട്ടിയാണ്. പിന്നെ ഇവാലുവേറ്റ് എൻഷുറിംഗ് ക്വാളിറ്റി സ്റ്റാൻഡേർഡ് ഫോർ ഓൾ പ്രോസസ് ഓൺ ദെയർ ടീം. ഒരു ടീമിലുള്ള എല്ലാവരുടെയും ക്വാളിറ്റി സ്റ്റാൻഡേർഡ്, ഗുണനിലവാരം എല്ലാ എംപ്ലോയീസിന്റെയും തന്റെ ടീമിലുള്ള എല്ലാ എംപ്ലോയീസിന്റെയും ക്വാളിറ്റി സ്റ്റാൻഡേർഡ് എൻഷുർ ചെയ്യുക, ഉറപ്പുവരുത്തുക. എല്ലാവരും നല്ല എംപ്ലോയീസ് ആണ്, നല്ല പെർഫെക്റ്റ് ആണ്, അവരവരുടെ കൊടുക്കുന്ന ജോലി കൃത്യമായിട്ട് ചെയ്യുന്നവരാണ്. അതൊക്കെ ഇവാലുവേറ്റ് ചെയ്യുക. അതായത് അവരുടെ ക്വാളിറ്റി ഗുണനിലവാരം ഒന്ന് ഇടയ്ക്കിടയ്ക്ക് പരിശോധിക്കുക. ഇവാലുവേറ്റിംഗ് ഓവറോൾ ടീം ആൻഡ് ഇൻഡിവിജ്വൽ പെർഫോമൻസ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള എംപ്ലോയീസിന്റെ പെർഫോമൻസും ടീമിന്റെ മൊത്തമുള്ള പെർഫോമൻസും ഒക്കെ ഇവാലുവേറ്റ് ചെയ്യുക. അവരുടെ ജോലി ചെയ്യുന്ന ചുറ്റുപാടുകൾ, ജോലിയുടെ പെർഫോമൻസിന്റെ ഒരു ക്വാളിറ്റി, ക്വാണ്ടിറ്റി ഇതെല്ലാം വിലയിരുത്തുക എന്നുള്ളതും ലൈൻ മാനേജറുടെ തന്നെ ഡ്യൂട്ടിയാണ്. എൻലാർജിങ് ആൻഡ് കോർഡിനേറ്റിംഗ് വിത്ത് അതർ ലൈൻ മാനേജേഴ്സ് അക്രോസ് ദി ഓർഗനൈസേഷൻ. അതേ ഓർഗനൈസേഷനിൽ മറ്റ് ഡിപ്പാർട്ട്മെന്റുകളിലും ലൈൻ മാനേജർമാരുണ്ടാവുമല്ലോ അല്ലെ. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ലൈൻ മാനേജറുടെ ഡെഫിനിഷൻ പറഞ്ഞു നമ്മൾ. ഓരോ ഡിപ്പാർട്ട്മെന്റിലെയും ഒരു ലീഡർ, അവർ എംപ്ലോയി, ആ പേഴ്സൺ, അതിനെയാണ് നമ്മൾ ലൈൻ മാനേജർ എന്ന് വിളിക്കാം. അപ്പൊ ഓരോ ഡിപ്പാർട്ട്മെന്റിലെയും മാനേജേഴ്സ് തന്റെ ഓർഗനൈസേഷനിലുള്ള മറ്റ് എന്താ പറയാ ലൈൻ മാനേജേഴ്സുമായിട്ട് പല കാര്യങ്ങളും എന്ത് ചെയ്യുക, കോർഡിനേറ്റ് ചെയ്യുക, ഏകീകരിച്ചും വികസിപ്പിച്ചും ഒക്കെ കൊണ്ടുപോകുക. മറ്റ് ഡിപ്പാർട്ട്മെന്റുകളുമായിട്ടൊക്കെ ഒന്ന് ഒത്തൊരുമിച്ചൊക്കെ പ്രവർത്തിച്ച് പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്ത് മുന്നോട്ട് പോകുക. അതും ലൈൻ മാനേജർ തന്നെ ചെയ്യണം. മറ്റ് എംപ്ലോയീസ് ചെയ്യണമെന്ന് നിർബന്ധമില്ല, ലൈൻ മാനേജറുടെ ഡ്യൂട്ടിയാണ്. പ്രൊവൈഡ് റിപ്പോർട്ട്സ്. അത് ഇനി മാത്രമല്ല, ഓരോ എംപ്ലോയീസും എത്രത്തോളം അവർ പെർഫോം ചെയ്തിട്ടുണ്ട്, അവരുടെ പെർഫോമൻസിന്റെ പ്രൊഡക്ടിവിറ്റി, അവരുടെ ഉത്പാദനക്ഷമത, അവരുടെ പെർഫോമൻസ്, ഇതൊക്കെ എന്തോരം ഉണ്ടെന്ന് എന്ത് ചെയ്യുക, സീനിയർ മാനേജ്മെന്റിനെ
റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഇന്ന എംപ്ലോയീസ് ഒക്കെ ഇങ്ങനെയൊക്കെയാണ് പെർഫോം ചെയ്യുന്നത്, അവരുടെ പെർഫോമൻസ് ലെവൽ ഇത്രയാണ്. ചില എന്താ പറയാ എംപ്ലോയീസിന്റെ പെർഫോമൻസ് ലെവൽ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലല്ല. ഇത്തരം കാര്യങ്ങൾ, അതായത് എംപ്ലോയീസിന്റെ പെർഫോമൻസിനെ കുറിച്ച് വെദർ ഗുഡ് ഓർ ബാഡ്, നല്ലതായിക്കോട്ടെ ചീത്ത ആയിക്കോട്ടെ അല്ലെങ്കിൽ ആവറേജ് ആയിക്കോട്ടെ, വാട്ട് എവർ ദ റിസൾട്ട്, ഏത് റിസൾട്ട് ആണെങ്കിലും ആ ഒരു റാങ്കിങ് ആരെ അറിയിക്കുക, മാനേജ്മെന്റിനെ അറിയിക്കുക. അതായത് എംപ്ലോയീസ് ഇത്രയൊക്കെ ചെയ്യുന്നുള്ളൂ, അവർക്ക് അവരുടെ എന്താ പറയാ പെർഫോമൻസ് അത്ര പോരാ, എന്തോ ആയിക്കോട്ടെ, അത് മാനേജ്മെന്റിനെ റിപ്പോർട്ട് ചെയ്യണം. എന്താ കാരണം, ഇപ്പൊ നിലവിൽ നമ്മൾ അത്തരം എന്താ പറയാ ചില ഭയങ്കരമായിട്ട് മോശമായിട്ട് പെർഫോം ചെയ്യുന്ന എംപ്ലോയീസ് ഉണ്ടെങ്കിൽ ദേ ഹാവ് ടു അവോയ്ഡ് ദം. അവരെ മാറ്റണം, അവരെ മാറ്റി പുതിയ എംപ്ലോയീസിനെ അതിന് പകരം കൊണ്ടുവരണം. കാരണം എംപ്ലോയീസിനെ വെച്ചിട്ട് അവരുടെ എന്താ പറയാ ഓർഗനൈസേഷൻ എന്താ പറയാ സാലറിയോ വേജസോ കൊടുത്ത് നഷ്ടം വഹിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ അങ്ങനെയുള്ള നമ്മൾ എത്ര ട്രെയിൻ ചെയ്തു, എത്ര കോച്ചിങ് കൊടുത്തു, എത്ര എന്താ പറയാ ഫങ്ഷണൽ കാര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ അവരെ മനസ്സിലാക്കി കൊടുത്തു, കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുത്തു, ദെൻ ഓൾസോ ദർ ഇസ് നോ റിസൾട്ട്. എന്നിട്ടും നമുക്കത് ശരിയായ നല്ല പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റിസൾട്ട് ആ എംപ്ലോയിയിൽ നിന്ന് കിട്ടുന്നില്ല എങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? ആളെ ഒന്ന് ഡിമോട്ട് ചെയ്യണം, എന്ന് വെച്ചാൽ സ്ഥാനം ഇറക്കാം, ആ പറഞ്ഞ പൊസിഷനിൽ നിന്ന് മാറ്റണം. നിങ്ങളിപ്പോ തൽക്കാലത്തേക്ക് ഇന്ന സ്ഥലത്ത് ജോലി ചെയ്താൽ മതി. കാരണം സ്ഥാനക്കയറ്റം കൂടുതൽ ഉന്നത സ്ഥാനങ്ങളിലേക്ക് പോകുന്നതോറും സാലറിയുടെ ആ ഒരു എന്താ പറയാ സൈസും അങ്ങനെ വലുതായിക്കൊണ്ടിരിക്കും അല്ലെ. അപ്പൊ ഡിമോട്ട് ചെയ്യുന്നു. നമുക്ക് നഷ്ടം സഹിച്ചുകൊണ്ട് ഒരു ഓർഗനൈസേഷനും ഒരു രീതിയിലുള്ള കോസ്റ്റ് വഹിക്കാനും എന്താ പറയാ തയ്യാറാകില്ല. ഈ കോസ്റ്റ് ഇഫക്റ്റീവ് ആയിട്ടുള്ള വെയിലാണ് ഏത് ഓർഗനൈസേഷനും മുന്നോട്ട് പോകുള്ളൂ അല്ലെ. ഏറ്റവും ചെലവ് കുറഞ്ഞ രീതി, മാക്സിമം റിസൾട്ട് കിട്ടണം, മാക്സിമം പ്രോഫിറ്റ് കിട്ടണം, മാക്സിമം അവർ ഉദ്ദേശിക്കുന്ന ഗോൾ അച്ചീവ് ചെയ്യണം. ഇതൊക്കെയാണ് അവരുടെ ഉദ്ദേശം. ആ സമയത്ത് പരീക്ഷണങ്ങൾക്കൊന്നും ആരും മുതിരില്ല അല്ലെ. അപ്പൊ അത് ഒന്ന് ആലോചിക്കുക. നമ്മൾ ജോലി ചെയ്ത് പഠിച്ചൊക്കെ എടുത്തിട്ട് അവർ ചെയ്താൽ മതി, അവരിപ്പോ വന്നിട്ടല്ലേ ഉള്ളൂ, കയറിയിട്ടല്ലേ ഉള്ളൂ, അങ്ങനെയൊന്നും ഒരു ഓർഗനൈസേഷൻ ചിലപ്പോ 1-2 ദിവസം അത്രയൊക്കെ അവര് നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുള്ളൂ. അതിന് അകത്ത് നമ്മള് വി ഷുഡ് ബിക്കം പെർഫെക്റ്റ്. നമ്മൾ ആ ഒരു രീതിയിൽ പെർഫെക്റ്റ് ആകാനായിട്ട് ഓരോ എംപ്ലോയീസും ശ്രമിക്കണം. അപ്പൊ ഇഫ് യു ക്യാൻ, നമുക്ക് അതിനുള്ള നമ്മൾ അതിന് വില്ലിങ് ആണെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ലൈൻ മാനേജേഴ്സിന്റെ ഡ്യൂട്ടീസ്. ക്ലിയർ ആയോ? ലൈൻ മാനേജേഴ്സിന്റെ ഡ്യൂട്ടീസ് മനസ്സിലായോ? ഒന്ന് മറുപടി പറയും. ആരുമില്ല ഇവിടെ? പറഞ്ഞിപ്പോയാ വീണ്ടും? ഇല്ല. ഓക്കെ, വെരി ഗുഡ്. ചില ആളുകൾ മാത്രമേ റെസ്പോണ്ട് ചെയ്യുള്ളൂ. നിങ്ങളൊന്ന് രസിട്ടോ, കുഴപ്പമില്ല. അതിലില്ലേ ഞാൻ പറയുന്ന ചില പോയിന്റുകൾ ഒന്ന് ടിക്ക് ചെയ്യാം കേട്ടോ. ലൈൻ മാനേജർമാരുടെ ഡ്യൂട്ടിയും അതുപോലെ തന്നെ HR മാനേജറിന്റെ ഡ്യൂട്ടിയും തമ്മിൽ എന്താ പറയാ ഇങ്ങനെ മിക്സ് ചെയ്തിട്ടൊക്കെ ചിലപ്പോൾ ഇന്നതില് HR മാനേജറുടെ ഡ്യൂട്ടിയിൽ വരുന്നത് ഏതാ, ലൈൻ മാനേജറുടെ ഡ്യൂട്ടിയിൽ വരുന്നത് ഏതാന്ന് പറഞ്ഞ ക്ലാഷ് ഒക്കെ പോലെ നമുക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അതിനകത്ത് ഒന്ന് ടിക്ക് ചെയ്തൊക്കെ ഞാൻ പറയുന്ന പോയിന്റ്സ് കേട്ടോ. HR മാനേജറിന്റെ ഡ്യൂട്ടീസിൽ ടിക്ക് ചെയ്യേണ്ട ലൈൻ പറയാം, അല്ലെങ്കിൽ പോയിന്റ് പറയാം. മൂന്നാമത്തെ പോയിന്റ് HR മാനേജേഴ്സിന്റെ ഡ്യൂട്ടീസിൽ മൂന്നാമത്തെ പോയിന്റ്, എസ്റ്റാബ്ലിഷ് യുവർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എംപ്ലോയി ആൻഡ് ഓർഗനൈസേഷൻ മാനേജ്മെന്റ്. പറയുന്നത് വേഗം ടിക്ക് ചെയ്യാട്ടോ, സമയം പോലെ. HR മാനേജറുടെ ഡ്യൂട്ടിയിലെ മൂന്നാമത്തെ പോയിന്റ്. പിന്നെ 5ാമത്തെ പോയിന്റ്, മാനേജ് ആൻഡ് ഇംപ്ലിമെന്റ് എംപ്ലോയി ബെനിഫിറ്റ് പ്രോഗ്രാം. ഇംപ്ലിമെന്റ് എംപ്ലോയി ബെനിഫിറ്റ് പ്രോഗ്രാം. അടുത്തത് ലാസ്റ്റ് പോയിന്റ്, കൺസൾട്ടിംഗ് വിത്ത് ഡിപ്പാർട്ട്മെന്റ് മാനേജേഴ്സ് ഓവർ ഇമ്പോർട്ടന്റ് ഓർഗനൈസേഷണൽ ഇഷ്യൂസ്. അങ്ങനെ 3 പോയിന്റ് കേട്ടാ. 3, 5 പിന്നെ ലാസ്റ്റ് പോയിന്റ് 3, 5, 7. ഓക്കെ, കിട്ടിയോ? 3, 5, 7 എന്നീ പറയുന്ന പോയിന്റുകളാണ് HR മാനേജറിന്റെ ഡ്യൂട്ടീസിൽ അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞത് അല്ലെങ്കിൽ ടിക്ക് ചെയ്യാൻ പറഞ്ഞത്. ഓക്കെ, ലൈൻ മാനേജേഴ്സിന്റെ ഡ്യൂട്ടീസിൽ ഫസ്റ്റ് വൺ, recruiting and hiring talent to fill team positions. പിന്നെ providing training and support to new hires. രണ്ടാമത്തെ 1, 2. പിന്നെ recognizing when corrective actions are required. Recognizing when corrective actions are required. പിന്നെ അതിന്റെ തൊട്ട് താഴത്തെ ensuring quality standards for all processes on their team. 1, 2, 3, 4 4 യെസ്, നമ്പർ അറിയില്ല. റെക്കഗ്നൈസിംഗ് എന്നും എൻഷുറിംഗ് ക്വാളിറ്റി, എൻഷുറിംഗ് എന്നും തുടങ്ങുന്ന 2 സെന്റൻസ്. ഓക്കെ,
യെസ്, ഇനി അടുത്തത് ഇമ്പാക്ട് ഓഫ് HRM ഓൺ ഓർഗനൈസേഷണൽ പെർഫോമൻസ്. ഓർഗനൈസേഷന്റെ പെർഫോമൻസിൽ നമ്മുടെ HRMന്റെ ഇമ്പാക്ട് എത്രത്തോളം ഉണ്ട്, HRMന്റെ പ്രാധാന്യം അല്ലെങ്കിൽ HRMന്റെ ഇമ്പാക്ട്, ആ ഒരു പ്രതിഫലനം ഓർഗനൈസേഷൻ പെർഫോമൻസിൽ എത്രത്തോളം ഉണ്ട് എന്നാണ് പറയാം. നമുക്കറിയാം ഹ്യൂമൻ റിസോഴ്സ് പ്രാക്ടീസസ്, അതായത് ഹ്യൂമൻ റിസോഴ്സസിനെ മാനേജ് ചെയ്യുന്ന പല കാര്യങ്ങളും നല്ല രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ഇംപ്രൂവ് ദ എംപ്ലോയി സ്കിൽ ആൻഡ് എബിലിറ്റി. തീർച്ചയായിട്ടും നല്ല രീതിയിൽ മാനേജ് ചെയ്ത് ഹ്യൂമൻ റിസോഴ്സിനെ കൊണ്ടുപോവുകയാണെങ്കിൽ എംപ്ലോയീസിന്റെ സ്കിൽസും എബിലിറ്റീസും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. അങ്ങനെ എംപ്ലോയീസിന്റെ സ്കില്ലും എന്താ പറയാ എബിലിറ്റിയും ഒക്കെ ഇംപ്രൂവ്ഡ് ആയാൽ എന്തുകൂടി ഇംപ്രൂവ് ആകും, ഓർഗനൈസേഷണൽ പെർഫോമൻസും ഇംപ്രൂവ്ഡ് ആകും അല്ലെ. ഒരു ഓർഗനൈസേഷന്റെ പെർഫോമൻസ് ഇരിക്കുന്നത് ആരുടെ കയ്യിലാണ്, എംപ്ലോയീസിന്റെ കയ്യിലാണ്, വേറെ ആരുടെയും കയ്യിലല്ല. അവിടെ ജോലി ചെയ്യുന്ന വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന്റെ കയ്യിലാണ്. അപ്പൊ എംപ്ലോയീസിന്റെ സ്കിൽസും എബിലിറ്റീസും എത്രത്തോളം ഡെവലപ്ഡ് ആകുന്നുണ്ടോ, ഇംപ്രൂവ്ഡ് ആകുന്നുണ്ടോ, അതിനനുസരിച്ച് ഓർഗനൈസേഷന്റെ പെർഫോമൻസും ഇംപ്രൂവ്ഡ് ആകും. അതായത് ഒരു ഓർഗനൈസേഷനെ ഏറ്റവും ഉന്നതത്തിലേക്ക്, ഉയരങ്ങളിലേക്ക്, അതിന്റെ ലക്ഷ്യങ്ങളെല്ലാം എന്താ പറയാ നിറവേറ്റുന്ന രീതിയിലേക്ക് എത്തിക്കാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കമ്പോണന്റ്, ഏതൊരു ബിസിനസ് ഓർഗനൈസേഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്പോണന്റ് എന്നോ ഏറ്റവും മൂല്യമുള്ള അസറ്റ് എന്നൊക്കെ വിളിക്കാൻ പറ്റുന്നത് ഹ്യൂമൻ റിസോഴ്സുകളെ തന്നെയാണ്. അപ്പൊ നല്ല രീതിയിൽ ഹ്യൂമൻ റിസോഴ്സിനെ മാനേജ് ചെയ്താൽ ഇറ്റ് ക്യാൻ ഇംപ്രൂവ് ദ എബിലിറ്റി ആൻഡ് സ്കിൽ ഓഫ് ദ എംപ്ലോയീസ് ആൻഡ് ഓൾസോ to improve the organizational performance. ഓർഗനൈസേഷന്റെ പെർഫോമൻസും അതനുസരിച്ച് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. അങ്ങനെ എങ്ങനെയാണ് നമുക്ക് എംപ്ലോയീസിന്റെ സ്കില്ലും എബിലിറ്റിയും ഒക്കെ നമുക്ക് എങ്ങനെ ഇംപ്രൂവ് ആക്കാൻ സാധിക്കുക? ബൈ പ്രൊവൈഡിങ് പ്രോപ്പർ ട്രെയിനിങ്. തീർച്ചയായിട്ടും അവരെ ആവശ്യത്തിന് ട്രെയിൻ ചെയ്തുകൊണ്ടാണ്. അങ്ങനെ എന്ത് ചെയ്യാം, നമുക്ക് ഇപ്പൊ ഒരുപാട് എന്തെങ്കിലും ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ പുതിയതായിട്ട് വരുന്ന ജോലിക്ക് വരുന്ന ആള് പഠിപ്പ് വശം വെച്ച് നോക്കുമ്പോൾ ഒരുപാട് സർട്ടിഫിക്കറ്റ് ഉണ്ട്, ഇന്ന കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, ക്വാളിഫിക്കേഷൻസ് ഒക്കെ ഒരുപാടുണ്ട്. പക്ഷെ ഒരു ജോലിയിലേക്ക് കയറുമ്പോൾ ആ ജോലി, അയാൾക്ക് കൊടുത്തിരിക്കുന്ന ജോലി അത് എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അറിയാം, ക്വാളിഫിക്കേഷൻ വൈസ് നോക്കുമ്പോൾ നല്ല ഇഷ്ടംപോലെ എന്താ പറയാ PGയും ഡിഗ്രിയും PhDയും ഒക്കെ എടുത്തിരിക്കുന്ന സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ഇഷ്ടംപോലെ ഉണ്ട്. പക്ഷെ വൈ ഡൂയിങ് എ ജോബ്, കൊടുത്തിരിക്കുന്ന എന്തെങ്കിലും ഒരു ജോലി ചെയ്യുമ്പോൾ അത് എത്രത്തോളം ആൾക്ക് നന്നായി പെർഫോം ചെയ്യാൻ പറ്റൂന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പുസ്തകത്തിൽ നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് വായിച്ച് പഠിച്ച് മനസ്സിലാക്കി നല്ല മാർക്കൊക്കെ സ്കോർ ചെയ്യാൻ പറ്റും അല്ലെ. പക്ഷേ ഒരു സ്ഥലത്ത് നമ്മൾ ജോലി ചെയ്യുമ്പോൾ ഈ പുസ്തകങ്ങളിൽ പഠിച്ച കാര്യങ്ങൾ മാത്രം പോരാ നമുക്ക് ആ ജോലി പെർഫോം ചെയ്യാൻ അല്ലെ. നമ്മളുടെ കയ്യിൽ നിന്ന് കുറെ ഇടേണ്ടി വരും അല്ലെ, അങ്ങനെയല്ലേ? അപ്പൊ നിങ്ങളുടെ പുസ്തകത്തിൽ നമ്മളിവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്ന കോഴ്സ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഇവിടെ പ്രിന്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇതേ കാര്യങ്ങൾ ഇങ്ങനെ സെന്റൻസ് ബൈ സെന്റൻസ് ആയിട്ട് വായിച്ച് അതിന്റെ മീനിങ് അല്ല ഞാനിവിടെ പറഞ്ഞു തരുന്നത് അല്ലെ, ആണോ? അതിന്റെ അപ്പുറത്തേക്ക് കുറെ കാര്യങ്ങൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അല്ലെ. കുറെ കാര്യങ്ങൾ നമ്മൾ അതിനെ റിലേറ്റ് ചെയ്ത് കണക്ട് ചെയ്ത് പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട് അല്ലെങ്കിൽ പറഞ്ഞു തരുന്നുണ്ട്. അല്ലാതെ ഇത് അങ്ങനെ തന്നെ എടുത്ത് വായിച്ച് എന്താ പറയാ അതിന്റെ മീനിങ് പറയാൻ ആർക്കും പറ്റും? അങ്ങനെയല്ലല്ലോ അല്ലെ. ഒരു കാര്യം നമ്മൾ പഠിക്കുന്നതും അതുപോലെ തന്നെ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. പഠിക്കാനാണെങ്കിൽ അത് സെന്റൻസ് ബൈ സെന്റൻസ് നോട്ട് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, പഠിക്കാം. ഇറ്റ് ഈസ് ഈസി, പഠിക്കാൻ പറ്റും. പക്ഷെ നമ്മൾ മനസ്സിലാക്കി പഠിച്ചെടുത്ത കാര്യം അത് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴാണ് അതിന്റെ ശരിയായ എന്താ പറയാ അതിന്റെ മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ അതിന്റെ ബുദ്ധിമുട്ട് വശമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് ഏത് ജോലിക്കും അങ്ങനെ തന്നെയാ. അപ്പോ അവർക്ക് കഴിവുകളൊക്കെ ഉണ്ട്, പക്ഷെ അത് പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു നോളജ് ആക്കി മാറ്റാൻ ഈ പ്രാക്ടിക്കൽ തലത്തിലേക്ക് വരുമ്പോൾ അത് അവർക്ക് ചെയ്യാനായിട്ട് പറ്റിയെന്ന് വരില്ല. സോ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യണം, പ്രോപ്പർ ആയിട്ടുള്ള ട്രെയിനിങ് കൊടുക്കാം. സോ ദാറ്റ് ദേ ക്യാൻ ഡെവലപ്പ് ദെയർ സ്കിൽ ആൻഡ് എബിലിറ്റി. അങ്ങനെ നമുക്ക് എംപ്ലോയീസിന്റെ എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ സ്കില്ലും എബിലിറ്റീസും ഒക്കെ ഇങ്ങനെ വർദ്ധിപ്പിച്ച് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അങ്ങനെ നമ്മുടെ ഓർഗനൈസേഷന്റെ കറന്റ് പെർഫോമൻസ് ലെവലിൽ നിന്ന് ഇപ്പോഴുള്ള നിലയിൽ നിന്ന് അല്ലെങ്കിൽ ഇപ്പോഴുള്ള ആ പെർഫോമൻസ് ലെവലിൽ നിന്ന് കൂടുതൽ ഇഫക്റ്റീവായിട്ട്, കൂടുതൽ എഫിഷ്യന്റ് ആയിട്ട്, കൂടുതൽ പ്രൊഡക്ടിവിറ്റി കിട്ടുന്ന രീതിയിലേക്ക് നമുക്ക് മാറ്റാനായിട്ട് പറ്റും അല്ലെ. അപ്പൊ കൂടുതൽ ഓർഗനൈസേഷന്റെ കറന്റ് പെർഫോമൻസ് എങ്ങനെയാക്കണം, എഫിഷ്യന്റ് ആക്കണം, ഇഫക്റ്റീവ് ആക്കണം, പ്രൊഡക്ടിവിറ്റി ഉള്ളതാക്കണം, ഉത്പാദനക്ഷമത കൂടുതലുള്ളതാക്കണം. ഇറ്റ് ഈസ് ഗിവൺ അല്ലെങ്കിൽ പ്രൊവൈഡഡ് ത്രൂ proper training to the employees which also result in the improvement of skill and ability.
അതായത് പ്രോപ്പർ ആയിട്ടുള്ള ട്രെയിനിങ്ങിലൂടെ ആളുകൾക്ക് എംപ്ലോയീസിന് അവരുടെ സ്കില്ലും അതുപോലെ തന്നെ എബിലിറ്റീസും ഇൻക്രീസ് ചെയ്യുന്നു, അവരുടെ അറിവ് വർദ്ധിക്കുന്നു, നോളജ് വർദ്ധിക്കുന്നു. അതൊക്കെ ഒരു ബൂസ്റ്റപ്പ് ആണ്. ഇങ്ങനെ ഒരു ട്രെയിനിങ് കൊടുക്കുന്നവരെ ഒന്ന് ബൂസ്റ്റ് ചെയ്യുന്നതാ അല്ലെ. അപ്പൊ ഡൗൺ ആയി പോകുന്ന പെർഫോമൻസ് വൈസ് ഡൗൺ ആയി പോകുന്ന സമയത്തൊക്കെ കുറച്ച് പ്രോപ്പർ ആയിട്ടുള്ള ട്രെയിനിങ് കൊടുത്ത് അവരെ ബൂസ്റ്റപ്പ് ചെയ്ത് കൊണ്ടുവന്ന് എന്ത് ചെയ്യുക, അൾട്ടിമേറ്റ് ആയിട്ട് നമ്മുടെ ഓർഗനൈസേഷന്റെ എഫിഷ്യൻസി അതുപോലെ തന്നെ ഇഫക്റ്റീവ്നെസ് അതുപോലെ തന്നെ പ്രൊഡക്ടിവിറ്റി ഒക്കെ ഇൻക്രീസ് ചെയ്യുക, അങ്ങനെ ഒരു പെർഫോമൻസിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന് ഓർഗനൈസേഷന്റെ പെർഫോമൻസിൽ വലിയ ഒരു ഇമ്പാക്ട് ആണ്. അത് ഒരു വലിയ ഒരു സാന്നിധ്യം ആർക്ക് വേണം, ഏതിന് വേണം, ഓർഗനൈസേഷന്റെ പെർഫോമൻസിൽ വേണം. ആരുടെ? ഹ്യൂമൻ റിസോഴ്സുകളുടെ. ഓക്കെ, അപ്പൊ ഇനി എന്താണ് HRM, എങ്ങനെയാണ് പോസിറ്റീവ്ലി എഫക്ട് ചെയ്യുന്നത്? ഹ്യൂമൻ അതായത് ഓർഗനൈസേഷന്റെ പെർഫോമൻസിൽ നേരിട്ട് എന്താ പറയാ പോസിറ്റീവായിട്ട് എഫക്ട് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. ഹ്യൂമൻ റിസോഴ്സുകളുടെ ആ ഒരു ഇഫക്റ്റീവ്നെസ് അല്ലെങ്കിൽ അവരുടെ സ്കില്ല് എബിലിറ്റി എങ്ങനെയാണ് ഓർഗനൈസേഷനെ പോസിറ്റീവായിട്ട് ബാധിക്കുന്നത്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇനി നമുക്ക് ഓരോരോ പോയിന്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഒന്ന്, റിക്രൂട്ടിംഗ് ആൻഡ് സ്കിൽഡ് ഇൻഡിവിജ്വൽസ്. നമുക്കറിയാം റിക്രൂട്ട്മെന്റ് എന്താ? റിക്രൂട്ട്മെന്റ് അതായത് ഒരു ഓർഗനൈസേഷനിൽ പുതിയതായിട്ട് എഫിഷ്യന്റ് ആയിട്ടുള്ള എന്താ പറയുക ജോലിക്കാരെ എടുക്കുക, ആ ജോലിക്കാരെ വെച്ചിട്ട് നല്ലൊരു ഔട്ട്പുട്ട്, നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കുക അല്ലെ. നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ എഫിഷ്യൻസി ഉള്ള ഒരു ഓർഗനൈസേഷൻ ആക്കി മാറ്റാൻ റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്ന പ്രോസസ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതായത് ദ റിക്രൂട്ട്മെന്റ് പ്രോസസ് ഈസ് ആൻ എസെൻഷ്യൽ ആസ്പെക്ട് ഇൻ എനി ഓർഗനൈസേഷൻ വിച്ച് മെയിൻലി ഡ്രൈവ്സ് ദ ഔട്ട്പുട്ട്. അതായത് നല്ല റിസൾട്ട്, നല്ലൊരു ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ മാത്രമല്ല എഫിഷ്യൻസി ഇൻ ഓർഗനൈസേഷൻ, നല്ലൊരു എഫിഷ്യൻസി കാര്യക്ഷമതയുള്ള ഒരു ഓർഗനൈസേഷനാക്കി മാറ്റാൻ അതിന് റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു ആസ്പെക്ട് ആണെന്നാണ് പറയുന്നത്. ആ ഒരു ആദ്യത്തെ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യണം. അതുപോലെ മറ്റേ ഇമ്പാക്ട് ഓഫ് HRM അതിലും ആദ്യത്തെ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യണം. ആദ്യത്തെയും ഉണ്ട്, രണ്ടാമത്തെ സെന്റൻസ് ഫുൾ ആ കുഞ്ഞി പാരഗ്രാഫ് ആണ്, അത് മുഴുവൻ അണ്ടർലൈൻ ചെയ്തോളൂ കേട്ടോ. ഇമ്പാക്ട് ഓഫ് HRM ഓൺ ഓർഗനൈസേഷൻ പെർഫോമൻസ് എന്നുള്ളത് ഫുൾ അണ്ടർലൈൻ ചെയ്യുകയോ ബ്രാക്കറ്റ് ഇടുകയോ എന്താണെങ്കിലും ചെയ്യാം. അതില് HRMന്റെ എഫക്റ്റുകള് ഒന്നാമത്തെ പോയിന്റില് ഫസ്റ്റ് സെന്റൻസും ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ചെയ്തോ? ഓക്കെ. ഇനി ഒരു റിക്രൂട്ട്മെന്റ് പ്രോസസ് ഇൻ എനി ഓർഗനൈസേഷൻ, ഏത് ബിസിനസ് ഓർഗനൈസേഷനെ റിക്രൂട്ട്മെന്റ് പ്രോസസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കൺട്രോൾഡ് ബൈ ദ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ്. ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ഡിപ്പാർട്ട്മെന്റുകളാണ് റിക്രൂട്ട്മെന്റ് പ്രോസസ്. ഒരു ഓർഗനൈസേഷന്റെ ഒരു ബിസിനസ് സ്ഥാപനത്തിലെ പുതിയ റിക്രൂട്ട്മെന്റ് നടത്താനുള്ള അധികാരം, അതിന്റെ നിയന്ത്രണം മുഴുവൻ HRന്റെ കയ്യിലാണ്, അതായത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ കയ്യിലാണ്. അപ്പൊ നമ്മൾ ഈ കോഴ്സ് ഒക്കെ പഠിച്ച് നമ്മൾ ഏതെങ്കിലും ഓർഗനൈസേഷനിൽ ജോലി ചെയ്യാനായിട്ട് പോകുമ്പോൾ അവിടെ ജോലിക്കാരെ പുതിയ ആളുകൾ നിയമനങ്ങളൊക്കെ നടത്തുന്നത് ഇവരുടെ ത്രൂ ആണ്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിന്റെ ത്രൂ ആണ്. അവർ അവരുടെ കാര്യങ്ങളൊക്കെ നിശ്ചയിക്കുന്നതും പല കാര്യങ്ങൾക്ക് തീരുമാനങ്ങൾ എടുക്കുന്നതും ആ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പൊ നിങ്ങളൊക്കെ ആയിരിക്കും. പനിയില്ല, ചുമയാണ്, ചുമ ജലദോഷം, അതാണ് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, അപ്പോ അങ്ങനെ നമ്മൾ HR ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ആണ് റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് നടത്തുന്നതെന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അവർക്ക് വേണ്ട മേജർ ആയിട്ടുള്ള സ്കിൽസ് എന്തൊക്കെയാണ്, എന്തൊക്കെ കഴിവുകൾ വേണമെന്ന് അവർക്ക്? ഒന്ന്, എബിലിറ്റി ടു കമ്മ്യൂണിക്കേറ്റ് എഫിഷ്യന്റ്ലി ആൻഡ് വർക്ക് വിത്ത് അതർ സ്റ്റാഫ് മെമ്പേഴ്സ് അക്രോസ് ദ ഓർഗനൈസേഷൻ. അതായത് HR ഡിപ്പാർട്ട്മെന്റിലെ ഓരോ മെമ്പേഴ്സിനും അവർക്ക് ഉണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട ചില സ്കിൽസ്. HR ഡിപ്പാർട്ട്മെന്റ് ആണല്ലോ എന്തിനാണ് നിശ്ചയിക്കുന്നത്, റിക്രൂട്ട്മെന്റ് പ്രോസസ് ഒക്കെ നടത്തുന്നേ. അപ്പൊ അവരുടെ പ്രധാനപ്പെട്ട സ്കില്ലുകൾ, എബിലിറ്റീസ് ആണ് നമ്മൾ പറയുന്നത്. ഒന്നാമത്തേത്, അവരെന്ത് ചെയ്യണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. പല കാര്യങ്ങളും എഫക്റ്റീവായിട്ട് എഫിഷ്യന്റ്ലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. മാത്രമല്ല അവരുടെ ഡിപ്പാർട്ട്മെന്റിലുള്ള മറ്റംഗങ്ങളുമായിട്ട് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണം. എല്ലാവരും കൂടി ഒരുമിച്ച്, അവിടെ വഴക്കും വെക്കണോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല, കുത്തിത്തിരിപ്പൊന്നും ഉണ്ടാകാൻ പാടില്ല. തന്റെ ഡിപ്പാർട്ട്മെന്റിലെ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റിലുള്ള മറ്റ് സ്റ്റാഫ് മെമ്പേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവരുമായിട്ട് നല്ല രീതിയിൽ
നല്ല രീതിയിൽ വർക്ക് ചെയ്യുക, എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യുക. എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരെ അറിയിക്കുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. പല കാര്യങ്ങളും പലരോടും പറയാതെ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ എന്താ പറയാ, പല പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട് ബിസിനസ് ഓർഗനൈസേഷൻസിൽ. പ്രത്യേകിച്ചും ചില ആളുകൾ ചില കാര്യങ്ങളൊന്നും അറിയില്ല, അറിയേണ്ടവർ അറിയുന്നില്ല ചില കാര്യങ്ങൾ. പിന്നീട് കുറെ കഴിയുമ്പോൾ ചിലപ്പോൾ അല്ലെങ്കിൽ അറ്റത്തെത്തുമ്പോഴായിരിക്കും ചില കാര്യങ്ങൾ അവരിലേക്ക് എത്താം. മുൻകൂട്ടി പറഞ്ഞാൽ ചില കാര്യങ്ങൾക്ക് നമുക്ക് തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെയല്ലേ അല്ലെ? ചില കാര്യങ്ങൾ നമുക്ക് മുൻകൂട്ടി പ്ലാൻ ചെയ്ത് ചെയ്യേണ്ട ചില കാര്യങ്ങളാണെങ്കിൽ എന്ത് ചെയ്യണം, അത് ഷുഡ് ബി നോട്ടിഫൈഡ് ആസ് ഏർലി ആസ് പോസിബിൾ. എത്രയും നേരത്തെ തന്നെ അത് അവരെ അറിയിക്കണം. കാരണം അതിനു വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ്, പ്ലാനിങ് ഒക്കെ ചിലപ്പോൾ അവർക്ക് ചെയ്യാനുണ്ടാകും. പക്ഷെ ഇന്ന് മറ്റൊരു രീതിയിൽ പല കാര്യങ്ങളും കമ്മ്യൂണിക്കേഷന്റെ ഒരു അപാകത കൊണ്ട് അല്ലെങ്കിൽ അതിന്റെ ഒരു പോരായ്മ കൊണ്ട് പല ആളുകളും പല കാര്യങ്ങളും അറിയില്ല. മെമ്പേഴ്സിന്റെ ഒരു ഡിപ്പാർട്ട്മെന്റിലെ മെമ്പേഴ്സിന്റെ പരസ്പരം കാര്യങ്ങൾ അറിയാതെ പോകുന്നു. അങ്ങനെ പാടില്ലാന്ന്. അപ്പൊ HR മാനേജർ അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ ഡിപ്പാർട്ട്മെന്റിൽ എല്ലാവരും പരസ്പരം തന്നെ സ്റ്റാഫ് മെമ്പേഴ്സ് പറയുന്ന കാര്യങ്ങൾ അവർക്ക് എഫക്റ്റീവ് ആയിട്ടും അതുപോലെ അവർ ജോലി ചെയ്യുമ്പോൾ ഒരുമിച്ചായിട്ടും പല കാര്യങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് വേണം എന്ത് ചെയ്യാനായിട്ട് അവരുടെ ഓർഗനൈസേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ. എബിലിറ്റി ടു വർക്ക് ഇൻ എ ടീം ടു മോട്ടിവേറ്റ് അതർ സ്റ്റാഫ് ഫോർ പ്രൊഡക്റ്റീവ് ഔട്ട്കംസ്. പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള റിസൾട്ട്, നല്ല ഉൽപാദനക്ഷമതയുള്ള എന്താ പറയാ റിസൾട്ട് കൊണ്ടുവരാനായിട്ട് എന്ത് ചെയ്യണം, ടീമായിട്ട് വർക്ക് ചെയ്യാൻ കഴിവുള്ള ആളായിരിക്കണം. മനസ്സിലായോ? ടീമായിട്ട് പ്രവർത്തിക്കാൻ കഴിവുള്ള ആളായിരിക്കണം. ഞാൻ ഒറ്റയ്ക്ക് എന്റെ ജോലി ചെയ്യുന്നല്ലോ, അങ്ങനെയല്ല. ചില വർക്ക് ഷുഡ് ബി ഡൺ ആസ് എ ടീം അല്ലെ? ചില വർക്കുകൾ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ? ടീമായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ടീമായിട്ട് പ്രവർത്തിച്ച് ആ ഒരു നല്ല പ്രൊഡക്റ്റീവ് റിസൾട്ട് കൊണ്ടുവരാൻ കഴിവ് ഉണ്ടായിരിക്കണം. അങ്ങനെ ടീമായി പ്രവർത്തിക്കണം. എബിലിറ്റി ടു അനലൈസ് ദ സിറ്റുവേഷൻ ഈസ് എസെൻഷ്യൽ ഫോർ സോൾവിംഗ് എനി ഇഷ്യൂ ഇൻ ദ ഓർഗനൈസേഷൻ. നേരത്തെ പറഞ്ഞത് തന്നെ അല്ലെ? അതായത് എന്റെ ഓർഗനൈസേഷനിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ടായാൽ അത് അനലൈസ് ചെയ്ത് സോൾവ് ചെയ്യാനുള്ള കഴിവുള്ള ആളായിരിക്കും. അനലൈസ് എന്താണ് പ്രശ്നം എന്ന് മനസ്സിലാക്കണം. അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ പറഞ്ഞത് കേട്ടിട്ട് അതിന്റെ മാത്രം അടിസ്ഥാനത്തിൽ നമ്മൾ മറ്റേതെങ്കിലും ആളുകളോട് തട്ടിക്കയറാനോ അല്ലെങ്കിൽ അതിന് സൊല്യൂഷൻസ് കണ്ടെത്താനോ പറ്റില്ല. ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന രണ്ട് വിഭാഗങ്ങൾ തമ്മിലൊക്കെ ആയിരിക്കാം അല്ലെ? അപ്പൊ ബോത്ത് പാർട്ടീസിന്റെ കാര്യങ്ങൾ നമ്മൾ കേൾക്കേണ്ടി വരും. അവർ രണ്ടു കൂട്ടരെയും മനസ്സിലാക്കണം, കേൾക്കണം, എന്നിട്ട് അത് അനലൈസ് ചെയ്യണം. ഏതാണ് ശരി, ഏതാണ് തെറ്റ് അല്ലെ? നമ്മുടെ ഓർഗനൈസേഷൻ അതിൻ്റെതായ കുറെ പോളിസീസ് ഉണ്ട്. ഹ്യൂമൻ റിസോഴ്സുകളെ ഡീൽ ചെയ്യുന്ന കാര്യത്തിൽ കുറെ ഹ്യൂമൻ റിസോഴ്സ് പോളിസീസ് ഉണ്ട്, അല്ലെങ്കിൽ പേഴ്സണൽ മാനേജ്മെന്റ് പോളിസീസ് ഉണ്ട്. അപ്പൊ അവരെ മാനേജ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഓൾറെഡി അവരുടെ ഇതിനകത്തുണ്ട്. അതായത് ഓർഗനൈസേഷനിലുണ്ട് പേഴ്സണൽ പോളിസീസ്. തൊഴിലാളികൾ ഇങ്ങനെയൊക്കെയാണ് ഓർഗനൈസേഷനിൽ ഡീൽ ചെയ്യണേന്ന്. അത്തരം കാര്യങ്ങളൊക്കെ നോക്കി അതിൽ വിലയിരുത്തി അവിടെ ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് മനസ്സിലാക്കി വേണം പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട്. അല്ലാണ്ട് എടുത്തു ചാടി ഒരു സൊല്യൂഷൻസ് കണ്ടെത്താൻ പാടില്ല. എബിലിറ്റി ടു അനലൈസ് ദ സിറ്റുവേഷൻ മനസ്സിലാക്കി എസെൻഷ്യൽ ആയിട്ടുള്ള നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണെന്ന് നോക്കി അത് സോൾവ് ചെയ്യാനായിട്ട് നോക്കുക, എന്ത് ഇഷ്യൂസ് ആണെങ്കിലും. ഓക്കെ. എബിലിറ്റി ടു ഗൈഡ് ആൻഡ് മാനേജ് സ്റ്റാഫ് മെമ്പേഴ്സ്. തന്റെ സ്റ്റാഫിനകത്തുള്ള മെമ്പേഴ്സിനെ എല്ലാവരെയും മാനേജ് ചെയ്യാനും അവരെ ഗൈഡ് ചെയ്യാനും കഴിവുണ്ടായിരിക്കണം HR മാനേജർക്ക്. ഓക്കെ. അതും HR ഡിപ്പാർട്ട്മെന്റിന്റെ മറ്റൊരു കാര്യമാണ്. എംപ്ലോയീസിനെ എല്ലാവരെയും എന്ത് ചെയ്യണം, ഗൈഡ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയി മാനേജ് ചെയ്തൊക്കെ കൊണ്ടുപോകാൻ. ദ പൊസിഷൻ മസ്റ്റ് ബി അവെയർ അബൌട്ട് ദ ടെക്നിക്കൽ തിങ്. അതായത് കമ്പ്യൂട്ടർ പോലെയുള്ള ടെക്നിക്കൽ ആയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഹാൻഡിൽ ചെയ്യാനുള്ള അതിനും കഴിവുണ്ടായിരിക്കും. അതിനെ കുറിച്ച് ഒരു ബോധ്യമൊക്കെ വേണം. അതായത് ടെക്നിക്കൽ റിസോഴ്സസ് ഇപ്പൊ നമ്മളുടെ ഓർഗനൈസേഷനിലോ ഏതെങ്കിലുമൊക്കെ സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാകുന്ന പല ടെക്നിക്കലായിട്ടുള്ള ഉൽപ്പന്നങ്ങളൊക്കെ ഉണ്ടല്ലോ, വിഭവങ്ങളൊക്കെ. അപ്പൊ അതിനെയൊക്കെ ഡീൽ ചെയ്യാനായിട്ട് പറ്റണം. അങ്ങനെയുള്ള ഒരു ആളായിരിക്കണം നമ്മുടെ HR ഡിപ്പാർട്ട്മെന്റിലെ ആളുകൾ. ദ ഫണ്ടമെന്റൽ തിങ്, ഇനി ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ഡിസിഷൻ മേക്കിംഗ് കേപ്പബിലിറ്റി, തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു കഴിവ്. മാത്രമല്ല കോൺഫിഡൻസ് ടു മാനേജ്, അതായത് വളരെ വിശ്വാസത്തോടെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഡിസിഷൻസ്, അതായത് ഭയങ്കര എന്താ പറയാ ഗൗരവമേറിയ ചില കാര്യങ്ങളിൽ ഡിസിഷൻസ് എടുക്കുമ്പോഴും എന്ത് വേണം, അത് മാനേജ് ചെയ്യാനും അതിൽ കോൺഫിഡൻസോടുകൂടി അത് മാനേജ് ചെയ്യാനും ഡിസിഷൻ എടുക്കാനുള്ള കേപ്പബിലിറ്റിയും വളരെ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ആൾക്ക് ഉണ്ടാകേണ്ടതാണ്. അപ്പൊ ഇതെല്ലാം നമ്മുടെ എന്താണ് പറയാ ഓർഗനൈസേഷന്റെ റിക്രൂട്ട്മെന്റ് പ്രോസസ്സിൽ കൺട്രോൾ ചെയ്യുന്നത് ഹ്യൂമൻ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്കിൽസ് ആണ് നമ്മൾ ഈ പറഞ്ഞതെല്ലാം. ഓക്കെ, ക്ലിയർ ആയോ? മനസ്സിലായോ? ആ പോയിന്റുകളൊന്ന് വേഗം വായിച്ചു നോക്കിയേ, പെട്ടെന്ന് വായിച്ചു നോക്കുക.
എന്നിട്ട് അടുത്തതിലേക്ക് പോകാം. രണ്ടാമത്തെ പോയിന്റ് റിക്രൂട്ടിംഗ് ആൻഡ് സ്കിൽഡ് ഇൻഡിവിജ്വൽസ് എന്നാണ് ഒന്നാമത്തെ പോയിന്റ്. അതിൽ വന്നിരിക്കുന്ന മേജർ സ്കിൽസ് ആണ് ആ 6 പോയിന്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കുക, എന്നിട്ട് അടുത്ത ഭാഗത്തേക്ക് പോകാം. Ability to analyze the situation essential for solving ഈസ് വരട്ടാണ്. സിറ്റുവേഷൻ ഈസ് ഒന്നും ആവശ്യമില്ല. essential for solving any issue in the organization. ഒരു ഓർഗനൈസേഷനിൽ ഉണ്ടാകുന്ന എനി ഇഷ്യൂസ്, എന്ത് ഇഷ്യൂസിനും അത് സോൾവ് ചെയ്യാൻ വേണ്ട അത്യാവശ്യം അത് മനസ്സിലാക്കി അനലൈസ് ചെയ്ത് സോൾവ് ചെയ്യാൻ വേണ്ട കഴിവ്. അത്രേ ഉള്ളൂ. ഒരു ഓർഗനൈസേഷനിൽ എന്ത് കാര്യങ്ങളെ കുറിച്ചിട്ടും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അനലൈസ് ചെയ്ത് സോൾവ് ചെയ്യാൻ, വെറുതെ സൊല്യൂഷൻ അല്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഏതെങ്കിലും ഒരു ഭാഗത്തെ മാത്രം കേട്ടിട്ട് അതിനുള്ള സൊല്യൂഷൻ എടുക്കരുത്. ഇപ്പൊ ഇഷ്യൂസ് ഉണ്ടാകുന്നത് എംപ്ലോയീസ് ഒക്കെ തമ്മിലാണെങ്കിൽ അവര് തമ്മിലുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് രണ്ടു കൂട്ടരുടെയും ഭാഗം കേൾക്കേണ്ടി വരും. കേട്ടിട്ടാണ് അത് അനലൈസ് ചെയ്ത് അതിന് വ്യക്തമായ ഒരു സൊല്യൂഷനിലേക്ക് എത്തണം. അതിനുള്ള കഴിവുണ്ടാവണം. അതാണ്. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് നോക്കാം. എംപ്ലോയി റിട്ടൻഷൻ ബൈ ഡെവലപ്പിംഗ് എംപ്ലോയീസ്. അതായത് എംപ്ലോയീസിനെ റിട്ടൈൻ ചെയ്യുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഇപ്പൊ നമുക്ക് നിലവിലുള്ള എംപ്ലോയീസ് എത്ര പേരുണ്ട്, ഇനി എത്ര പേരെ നമുക്ക് പുതിയതായിട്ട് കൊണ്ടുവരണം, അല്ലെങ്കിൽ ഉള്ള എംപ്ലോയീസിനെ തന്നെ എങ്ങനെ റിട്ടൈൻ ചെയ്യണം ഫോർ ദ ബെനിഫിറ്റ് ഓഫ് അതായത് നമ്മളുടെ ബിസിനസ് ഓർഗനൈസേഷന്റെ പ്രൊഡക്റ്റീവ് ബെനിഫിറ്റ്. പ്രൊഡക്റ്റീവ് ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ എന്ന് വെച്ചാൽ ഉത്പാദനക്ഷമതയുള്ള ഒരു നേട്ടമാണ്. എന്ന് വെച്ചാൽ പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കുക. ആ പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കാനായിട്ട് നമ്മൾ ഹൈ മുറയിലായിട്ടുള്ള എംപ്ലോയീസിനെ, ഹൈ എംപ്ലോയി മുറയിൽ എന്ന് വെച്ചാൽ നല്ല രീതിയിൽ, അതായത് ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന എംപ്ലോയീസ്. ഈ എംപ്ലോയി മുറയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട്, വളരെ ഇൻതൂസിയാസ്റ്റിക് ആയിട്ട് ജോലി ചെയ്യുന്ന എംപ്ലോയീസ്. അതാണ് എംപ്ലോയി മുറയിൽ എന്ന് പറഞ്ഞാൽ. നമുക്ക് ജോലി ഏത് രീതിയിലും വേണമെങ്കിൽ ചെയ്യാം അല്ലെ. നമ്മൾ വളരെ സന്തോഷത്തോടെ ഇഷ്ടത്തോടെ അല്ലെ അത് ചെയ്യാൻ വളരെ ആഗ്രഹിച്ചിരുന്നിട്ട് എന്താ പറയാ, ഓരോ ദിവസവും ആദ്യമായി ചെയ്യുന്നത് പോലെ. ഇപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു ജോലി ചെയ്യുമ്പോ ആദ്യമൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. പക്ഷെ പോകെ പോകെ നമ്മളതില് നേരത്തെ പറഞ്ഞല്ലോ ഇച്ചിരി ഡള്ളായി തുടങ്ങും അല്ലെ. കാരണം എന്താ, അത് നമുക്ക് ബോറടിക്കുന്ന പോലെ. കാരണം ഡെയിലി ഇത് തന്നെയാണല്ലോ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് പക്ഷെ അങ്ങനെ പാടില്ല. ഈച്ച് ആൻഡ് എവറി ഡേ ഓരോ ദിവസവും പുതിയതായിട്ട് പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യുന്നത് പോലെ വളരെ എന്തൂസിയാസ്റ്റിക്, ആ വേർഡാണ് അത് അവിടെ ഉദ്ദേശിക്കുന്നത്. എന്തൂസിയാസ്റ്റിക് വിത്ത് മോർ പ്ലഷർ, വളരെ സന്തോഷത്തോടെ ഒരു ജോലി ചെയ്തു തരുന്നത്. അങ്ങനെ ഹൈ മുറയിലുള്ള എംപ്ലോയീസിനെ ഫോക്കസ് ചെയ്ത് അങ്ങനെയുള്ളവരെ സസ്റ്റെയിൻ ചെയ്യുക, റിട്ടൈൻ ചെയ്യുക എന്ന് വെച്ചാൽ എന്താ, അവരെ നിലനിർത്തുക. അങ്ങനെയുള്ളവരെ പെട്ടെന്ന് വിട്ടുകളയാൻ പാടില്ല എന്ന്. അങ്ങനെയുള്ളവരാണ് ഓർഗനൈസേഷന്റെ എന്താ പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കുള്ളൂ. അത്തരം എംപ്ലോയീസിനെ നമ്മൾ റിമെയിൻ ചെയ്യിക്കണം എന്ന് വെച്ചാൽ നിലനിർത്തണം. റിട്ടൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ, പിടിച്ചു നിർത്തുക. ചില ആൾക്കാരൊക്കെ ചില ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുമ്പോ കുറച്ച് കഴിയുമ്പോഴൊക്കെ മടുത്തിട്ട് പറയും ഇവിടുന്ന് റിസൈൻ ചെയ്ത് വേറെ സ്ഥലത്തേക്ക് പോവാണ് അല്ലെ, അങ്ങനെ പറയും ചില ആളുകൾ. പക്ഷേ ചില ആളുകൾക്ക് പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം അങ്ങനെ വരുന്നത്. പല കാരണങ്ങൾ കൊണ്ട്, ചിലപ്പോൾ കൂടുതൽ ഇൻകം പ്രതീക്ഷിക്കുന്നത് കൊണ്ടായിരിക്കാം, ചിലപ്പോൾ മറ്റേതെങ്കിലും കാരണങ്ങൾ കൊണ്ടൊക്കെ അങ്ങനെ ചോദിക്കും. അപ്പോ ഏറ്റവും കൂടുതൽ നല്ല പ്രൊഡക്ടിവിറ്റി നേടിത്തരുന്ന എംപ്ലോയീസിൽ ഒരാളാണ്, അല്ലെങ്കിൽ മോർ ഇൻതൂസിയാസ്റ്റിക് ആയിട്ട് ജോലി ചെയ്യുന്ന ഒരാളാണ് എങ്കിൽ അത്തരം ഓർഗനൈസേഷൻസ് എന്ത് ചെയ്യുന്ന അറിയാമോ, അത്തരം എംപ്ലോയീസിനെ കൈവിടാൻ കൂട്ടാക്കില്ല.
അപ്പൊ ദേ മേ ഓഫർ മോർ ഇൻകം അല്ലെങ്കിൽ മോർ സാലറി അല്ലെ. അന്നേരം ഈ ഓർഗനൈസേഷൻ എന്ത് ചെയ്യും, കൂടുതൽ സാലറി ഓഫർ ചെയ്യുന്നു. അവര് റീറ്റെയിൻ ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്. എന്ന് വെച്ചാൽ അവരെ വിടരുത്, നമ്മൾ നിർത്തണം അല്ലെ, കൂടെ നിൽക്കണം, കുറച്ചുകൂടി സാലറി ഒക്കെ ഒന്ന് കൂട്ടിത്തരാം. കാരണം ദേ brings more productive benefit to the organization. കാരണം അവര് ആ ബിസിനസ് ഓർഗനൈസേഷന് കുറച്ച് കൂടുതൽ ഉത്പാദനക്ഷമത നേട്ടം കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ ഡെവലപ്പ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുക, റിട്ടൈൻ ചെയ്യുക. അതിനെയാണ് നമ്മൾ എംപ്ലോയി റിട്ടൻഷൻ എന്ന് വിളിക്കുക കേട്ടോ. അതാണ് എംപ്ലോയി റിട്ടൻഷൻ. അപ്പൊ ഒരു സമഗ്രമായ ഒരു എംപ്ലോയി റിട്ടൻഷൻ പ്രോഗ്രാം എന്ന് പറയുന്നത് അത് രണ്ട് രീതിയിലുള്ള ഒരു എന്താ പറയാ കാര്യമാണ് ചെയ്യുന്നത്. അത് ഇറ്റ് പ്ലേസ് എ വൈറ്റൽ റോൾ. അത് രണ്ട് പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട് ഈ ഒരു എംപ്ലോയി റിട്ടൻഷൻ കൊണ്ട്. ഒന്ന്, അട്രാക്ടിങ് ആൻഡ് റിട്ടൈനിങ് കീ എംപ്ലോയീസ്, പ്രധാനപ്പെട്ട ജോലിക്കാരെ അവിടെ അട്രാക്ട് ചെയ്ത് അവിടെ പിടിച്ചു നിർത്തുക. ആൻഡ് ഓൾസോ ഇറ്റ് ഓൾസോ റെഡ്യൂസസ് ടേൺ ഓവർ ആൻഡ് ഇറ്റ്സ് റിലേറ്റഡ് കോസ്റ്റ്. അതായത് വിറ്റുവരവുകളുടെ ഒരു കണക്കില്ലേ, അത് കുറയ്ക്കുകയും അതുപോലെ തന്നെ അതിനോട് അനുബന്ധമായ ചെലവുകൾ കുറയ്ക്കാനും ഈ ഒരു റിട്ടൻഷൻ ഓഫ് എംപ്ലോയീസ് കൊണ്ട് സാധിക്കും. അപ്പൊ പരമാവധി അങ്ങനെയുള്ള ആളുകളെ നമ്മൾ അട്രാക്ട് ചെയ്ത് പിടിച്ചു നിർത്തുക. അതാണ് ഈ എംപ്ലോയി റിട്ടൻഷൻ പ്രോഗ്രാം എന്ന് പറയുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ചില കാര്യങ്ങളൊക്കെ ചെയ്യുക. എംപ്ലോയി റിട്ടൻഷൻ പ്രോഗ്രാംസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല നല്ല കീ എംപ്ലോയീസിനെ അവിടെ തന്നെ നിർത്തുക. അതോടൊപ്പം തന്നെ ഓർഗനൈസേഷന് ഉണ്ടാകുന്ന മറ്റ് പല അനാവശ്യ ചെലവുകളെ റെഡ്യൂസ് ചെയ്യാനും അത് കാരണമാകും എന്നാണ് പറയുക. അപ്പൊ എംപ്ലോയി റിട്ടൻഷൻ ബൈ ഡെവലപ്പിംഗ് എംപ്ലോയീസ്, എംപ്ലോയീസിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് എംപ്ലോയീസിനെ നമ്മൾ റിട്ടൈൻ ചെയ്യുന്നു, സസ്റ്റെയിൻ ചെയ്യുന്നു. കൂടുതൽ മൊറൈലായിട്ടുള്ള, അതായത് എംപ്ലോയി മൊറൈലായിട്ടുള്ള ആളുകളെ ഫോക്കസ് ചെയ്തുകൊണ്ട് അവരെ റിട്ടൈൻ ചെയ്യുകയും അവരെ എന്താ പറയാ എംപ്ലോയ്മെന്റിൽ തന്നെ എന്താ പറയാ റിമെയിൻ ചെയ്യാനായിട്ട് അവരെ അവിടെ നിർത്തുന്നു അല്ലെങ്കിൽ പിടിച്ചു വെക്കുന്നു. അവരെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം അങ്ങനെയുള്ളവരെ ഓർഗനൈസേഷന് ആവശ്യമുണ്ട്. അതേസമയം ഒട്ടും ആവശ്യത്തിന് നമ്മൾക്ക് വലിയ പ്രൊഡക്ടിവിറ്റി ഒന്നുമില്ല, മര്യാദയ്ക്ക് ജോലി ചെയ്യില്ല, അല്ലെങ്കിൽ അവര് നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ട് അവർ എംപ്ലോയിന്ന് കിട്ടുന്നില്ല, അങ്ങനെയുള്ളവരൊക്കെ ഉണർന്നൊരു ഓക്കെ പൊക്കോ എന്നേ പറയുള്ളൂ. കാരണം എന്താ, വലിയ ഗുണമൊന്നുമില്ല ആളെ കൊണ്ട്, മനസ്സിലായോ? അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പൊ കൂടുതൽ അങ്ങനെയുണ്ട്, ഇഷ്ടംപോലെ സ്ഥലത്ത് നമ്മൾ കേട്ടിട്ടുണ്ട് കൂടുതൽ. അതുകൊണ്ട് അങ്ങനെ വന്നപ്പോ കൂടുതൽ സാലറി ഓഫർ ചെയ്യുന്നു, മറ്റ് ബെനിഫിറ്റുകൾ ഓഫർ ചെയ്യുന്നു. ഓക്കെ, അതൊക്കെ നമ്മള് ഒരു കീ റോള് നമുക്ക് അവിടെ ഉണ്ട്. നമ്മളൊരു പ്രധാനപ്പെട്ട തൊഴിലാളി ജോലിക്കാരനാണ് ആ ഒരു ഓർഗനൈസേഷനിൽ നിന്ന് വരുത്തി തീർന്നു. അതെങ്ങനെയാ വരുത്തുക? ബൈ അവർ പെർഫോമൻസ്, നമ്മളുടെ പെർഫോമൻസിലൂടെയാണ്. നമ്മൾ എത്രത്തോളം ഇൻതൂസിയാസ്റ്റിക് ആയിട്ട്, എത്രത്തോളം ഹാപ്പി ആയിട്ട്, എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആയിട്ട് നമ്മൾ ആ ജോലി ചെയ്യുന്നു. ഇങ്ങനെ ഒരുപാട് ഘടകങ്ങൾ ചേർന്നതാണ് അത്, മനസ്സിലായി? അപ്പൊ നമ്മളെ അവർ വിടാനായിട്ട് ഒരിക്കലും കൂട്ടാക്കില്ല. അങ്ങനെ പോകാൻ ഉദ്ദേശിക്കുമ്പോൾ നമ്മളത് പറയുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ നേരത്തെ നോട്ടീസ് ചെയ്യിപ്പിക്കുമ്പോൾ എന്ത് പറ്റും, ഓഫർ മോർ ആൻഡ് മോർ ബെനിഫിറ്റ്സ്. അത് കൂടുതൽ ബെനിഫിറ്റ് ഓഫർ ചെയ്ത് എന്ത് ചെയ്യുന്നു, നമ്മളെ റിട്ടൈൻ ചെയ്യിപ്പിക്കുന്നു. ക്ലിയർ ആയോ? സെന്റൻസ് ഒന്ന് വായിച്ചു നോക്കുക. ആ പോയിന്റുകൾ എന്താ പറയാ പോയിന്റുകൾ ഓർത്തിരിക്കണേ. HR ഡിപ്പാർട്ട്മെന്റ് എന്താ പറയാ അതിന്റെ കറന്റ് പെർഫോമൻസ് ബൂസ്റ്റപ്പ് ചെയ്യാനായിട്ട് HR-നെ അഫക്ട് ചെയ്യുന്ന കുറച്ച് പോസിറ്റീവ് ആയിട്ടുള്ള പോയിന്റുകളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, റിക്രൂട്ട്മെന്റ് ആൻഡ് സ്കിൽഡ് ഇൻഡിവിജ്വൽസ്. രണ്ടാമത്തെ, എംപ്ലോയി റിട്ടൻഷൻ ബൈ ഡെവലപ്പിംഗ് എംപ്ലോയീസ്. അതിൽ ഒന്നാമത്തെ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. മാനേജിങ് എംപ്ലോയി റിട്ടൻഷൻ തുടങ്ങി ഫുള്ളി പ്രൊഡക്റ്റീവ് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ഓർഗനൈസേഷൻ എന്നുള്ള സെന്റൻസ് മാത്രം അണ്ടർലൈൻ ചെയ്യാം. മനസ്സിലായോ? ഒന്ന് വായിച്ചു നോക്കിയേ. ഓക്കെ, വായിച്ചു കൂടി നോക്കാം നമുക്ക് സെന്റൻസ്.
ഓക്കെ, അടുത്തൊരു പോയിന്റ് കൂടി പറയാം. നമുക്ക് നിർത്താണ്ട. അടുത്തത് ഹയർ പ്രൊഡക്ടിവിറ്റി, ഫ്ലെക്സിബിലിറ്റി, ഇന്നോവേഷൻ. ഫ്ലെക്സിബിലിറ്റി, പ്രൊഡക്ടിവിറ്റി എന്താ അതിന്റെ അർത്ഥം? പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ കൂടുതൽ ഉൽപാദനക്ഷമത. ഹയർ പ്രൊഡക്ടിവിറ്റി, കൂടുതൽ ഉൽപാദനക്ഷമത, അതായത് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്ന ഒരു ടെൻഡൻസി, അതിനെയാണ് പ്രൊഡക്ടിവിറ്റി എന്ന് വിളിക്കുക. ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? അയവുള്ളത്, അല്ലെ? കുറച്ച് ലൂസൻഡ് ആയിട്ടുള്ളത് എന്ന് വെച്ചാൽ എന്താ പറയാ, ടെംപ്റ്റഡ് ടു ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത്, അതിനെയാണ് ഫ്ലെക്സിബിൾ എന്ന് വിളിക്കുക, അല്ലെ? നമ്മൾ ഇങ്ങനെ വളയ്ക്കാൻ പറ്റുന്ന, ഇത് ഭയങ്കര ഫ്ലെക്സിബിൾ ആണല്ലോ എന്നൊക്കെ നമ്മൾ പറയില്ലേ? ഓക്കെ. ഇന്നോവേഷൻ എന്താ? പുതുമ, ന്യൂ ഇൻവെൻഷൻസ്, അല്ലെ? പുതിയ കണ്ടുപിടുത്തങ്ങളിലൂടെ പുതിയ ഇന്നോവേഷൻസ്. ഇതെങ്ങനെയാ നമ്മുടെ ഓർഗനൈസേഷൻസിൽ? അതെ, തീർച്ചയായിട്ടും വർക്ക് പ്ലേസിൽ, അതായത് നമ്മളുടെ ഒരു ഓർഗനൈസേഷനിൽ ഫ്ലെക്സിബിലിറ്റി ഹാസ് മോർ ഇമ്പാക്ട് ഓൺ ഇന്നോവേഷൻ ആസ് വെൽ ആസ് എഫിഷ്യൻസി ഓഫ് എംപ്ലോയീസ്. അതായത് പുതിയ മാറ്റങ്ങൾ അല്ലെങ്കിൽ പുതിയ കണ്ടെത്തലുകളിലൂടെ, അതുപോലെ എംപ്ലോയീസിന്റെ എഫിഷ്യൻസി വർദ്ധിപ്പിക്കുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? ഫ്ലെക്സിബിലിറ്റി കൊണ്ടുവരാം ഒരു ഓർഗനൈസേഷനിൽ. എന്ന് വെച്ചാൽ നല്ല എംപ്ലോയീസിനെ നമ്മൾ റിക്രൂട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനിൽ പുതിയ കാര്യങ്ങൾ കൊണ്ടുവരുന്നു, മറ്റു ഓർഗനൈസേഷൻസിൽ ഇല്ലാത്ത എന്തെങ്കിലും പുതുമ നമ്മളുടെ ഓർഗനൈസേഷനിൽ കൊണ്ടുവരുന്നു, എംപ്ലോയീസിന്റെ എഫിഷ്യൻസി വർദ്ധിപ്പിക്കുന്നു. ഈ രണ്ട് കാര്യങ്ങൾ ചെയ്താൽ തീർച്ചയായും ഒരു ഓർഗനൈസേഷൻ ഫ്ലെക്സിബിൾ ആണ്. എന്ന് വെച്ചാൽ അങ്ങനെ മാറ്റങ്ങൾ കൊണ്ടുവന്നാൽ തീർച്ചയായിട്ടും നമുക്ക് പല രീതിയിലും നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. അങ്ങനെ വരുമ്പോൾ ഫ്ലെക്സിബിലിറ്റി ഹാസ് എ ഇമ്പാക്ട്, ഒരു നല്ലൊരു ഇമ്പാക്റ്റ് ആണ് അതിനുള്ളത്. എങ്ങനെയാണ്, എന്തിലാണ് ഒരു കമ്പനി മറ്റുള്ള ആളുകളെ അട്രാക്ട് ചെയ്യാൻ? എന്ന് വെച്ചാൽ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായ പുതുമയുള്ള ഓർഗനൈസേഷൻ തേടി ആളുകൾ ജോലിക്കാരെ അന്വേഷിച്ചു. അത് കൊള്ളാലോ, അവിടെ ഇങ്ങനെയൊക്കെ ഉണ്ട്, അല്ലെ? ഒരു സാധാ ബിസിനസ് ഓർഗനൈസേഷനിൽ ഒരു ഏതെങ്കിലും തുണിക്കടയിലോ അപ്പുറത്തോ അല്ലെങ്കിൽ മറ്റു കടകളിലോ ഒക്കെ ഇരിക്കുന്നതിനേക്കാള് കുറച്ചും കൂടി കൂടുതൽ സ്റ്റാൻഡേർഡ്, എന്താ പറയാ, ലുലു എന്ന് പറയുന്ന വലിയ ഒരു ഓർഗനൈസേഷനിൽ ജോലി ചെയ്താൽ കിട്ടും എന്ന് ഉദ്ദേശിച്ചിട്ട് ആളുകൾ ഒരുപാട് പേര് അവിടെ ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്യും, അല്ലെ? അവിടെ ഇടയ്ക്കിടയ്ക്കൊക്കെ വേക്കൻസി വന്നെന്നും പറഞ്ഞിട്ടൊക്കെ ആഡ് കാണുമ്പോൾ അവരങ്ങനെ അത്തരം വേക്കൻസീസിലേക്ക് അപ്ലൈ ചെയ്യും. കാരണം എന്താ? ആ ഓർഗനൈസേഷനിൽ കമ്പയർഡ് ടു അതർ ഓർഗനൈസേഷൻസ് എന്തൊക്കെയോ കാര്യങ്ങൾ അവിടെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പൊ ഇന്നോവേഷൻസ്, അങ്ങനെ പുതിയ കാര്യങ്ങൾ വരുമ്പോ അത് കമ്പനിയിലേക്ക് ആളുകളെ, ദോസ് ഹു അപ്ലൈ ചെയ്യാനുള്ള ആളുകളെ അട്രാക്ട് ചെയ്യാൻ, പുതിയ ഹയറുകൾ, അതായത് പുതിയ ആളുകളെ ജോലിക്കെടുക്കാനും, അങ്ങനെ എന്താണ് പുതിയ ടോപ്പ് ടാലന്റിനെ കിട്ടാനും സാധ്യതയുണ്ട് അത്തരം ഓർഗനൈസേഷൻസിൽ. അപ്പൊ അങ്ങനെയുള്ള ഓർഗനൈസേഷനിലേക്ക് അപ്ലൈ ചെയ്യുന്ന ആളുകൾ നല്ല ടോപ്പ് ടാലന്റഡ് ആയിട്ടുള്ള ആളുകളായിരിക്കും. നല്ല കഴിവുള്ള ആളുകൾ വന്നു കഴിഞ്ഞാൽ തീർച്ചയായും ഓർഗനൈസേഷനിൽ എന്ത് വർദ്ധിക്കും? പ്രൊഡക്ടിവിറ്റി വർദ്ധിക്കും. അപ്പൊ ഇന്നോവേഷൻസ് ഓൾസോ ലീഡ്സ് ടു പ്രൊഡക്ടിവിറ്റി. അങ്ങനെ ഇന്നോവേഷൻ എന്തിലേക്ക് നയിക്കുന്നു? പ്രൊഡക്ടിവിറ്റി, ഉൽപാദനക്ഷമതയിലേക്ക് വർദ്ധിക്കുന്നു. അങ്ങനെ ഉൽപാദനക്ഷമത വർദ്ധിച്ചാലോ ഇറ്റ് ഇൻക്രീസസ് മോർ ഗുഡ്സ് ആൻഡ് സർവീസസ്. കൂടുതൽ സാധനങ്ങളും സേവനങ്ങളൊക്കെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നു, അല്ലെ? അതുകൊണ്ടാണ് അവിടെ എന്താ തള്ളല്, അല്ലെ? ലുലുവിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെയൊക്കെ അടുത്തൊക്കെ എവിടെയെങ്കിലും പോകുന്ന അടുത്തുള്ള ലുലു ഒക്കെ ഉണ്ടോ എന്ന് നോക്കാം. അവിടേക്ക് ചെന്ന് കഴിഞ്ഞാൽ മറ്റു ഓർഗനൈസേഷനിൽ നിന്ന് അല്ലാത്തതിനേക്കാൾ കുറച്ചധികം കൺസ്യൂമേഴ്സിനെ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. കാരണം അവിടെ കൂടുതൽ ഗുഡ്സ് ആൻഡ് സർവീസസ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവിടെ എന്താ സാധനം കിട്ടാത്തതെന്ന് ചോദിച്ചാൽ ഒന്നും പറയാനില്ല, അല്ലെ? എല്ലാം നമുക്ക് കിട്ടും. അണ്ടർ എ റൂഫ്, ഒരു റൂഫിന്റെ കീഴിൽ നമുക്ക് ഇതെല്ലാം പർച്ചേസ് ചെയ്യാം. അപ്പൊ അങ്ങനെ എക്സാമ്പിൾ പറഞ്ഞു മാത്രമേ ഉള്ളൂ. അങ്ങനെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ അവിടെ കൂടുതൽ ഗുഡ്സും സർവീസസും എന്ത് ചെയ്യാണ്? വർദ്ധിച്ചു വരികയാണ്, അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടാണ്. ആൻഡ് ഓൾസോ അത് എന്തിലേക്ക് നയിക്കും? ഇക്കോണമിയുടെ വളർച്ചയിലേക്ക് നയിക്കും. അങ്ങനെ കൂടുതൽ ആളുകള് അങ്ങനെ ജോലിക്ക് കയറുന്നു. ജോലിയുടെ എണ്ണം, ജോലിയില്ലായ്മ അല്ലെങ്കിൽ തൊഴിലില്ലായ്മ എന്ന് പറയുന്ന ഒരു സാധനം അവിടെ കൂടുതൽ കുറഞ്ഞു വരും. അൺഎംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞ കാര്യം ഇല്ലാണ്ടായി. അങ്ങനെ വരുമ്പോ ഇക്കോണമി വളരും, സമ്പദ് വ്യവസ്ഥ വളരാൻ തുടങ്ങും, ഡെവലപ്ഡ് ആകാൻ തുടങ്ങും. അങ്ങനെ ഇന്നോവേഷൻ അല്ലെങ്കിൽ പ്രൊഡക്ടിവിറ്റി ഇത് എന്ത് കൊണ്ടുവരും? ഇന്നോവേഷനും പ്രൊഡക്ടിവിറ്റി ഗ്രോത്തും എന്ത് കൊണ്ടുവരും? ബെനിഫിറ്റ്സ് ടു ദ കൺസ്യൂമേഴ്സ് ആൻഡ് ഓൾസോ ബിസിനസ്. നമ്മളെ പോലുള്ള ഉപഭോക്താക്കൾക്കും അതോടൊപ്പം തന്നെ ബിസിനസ്സുകാർക്കും രണ്ടു കൂട്ടർക്കും ബെനിഫിറ്റാണ്. നമുക്ക് എന്ത് സാധനവും ഒരു സ്ഥലത്തുനിന്ന് വാങ്ങിക്കാൻ കിട്ടും, അല്ലെങ്കിൽ ഓർഗനൈസേഷന്റെ വളർച്ച നമ്മുടെ വളർച്ചയാണ്. കാരണം നമ്മൾ വലിയ ദൂരെ സ്ഥലത്തൊന്നും അതൊക്കെ തേടി പോകണ്ട. കാരണം നമ്മളുടെ നിയറസ്റ്റ് പ്ലേസിൽ നമുക്ക് ഇതെല്ലാം കിട്ടുന്നുണ്ട്. അപ്പൊ ബിസിനസ് ഓർഗനൈസേഷൻസ് വളരുന്നു, അതുപോലെ തന്നെ നേട്ടം കൺസ്യൂമേഴ്സിനും ഉണ്ടാകുന്നു. അപ്പൊ പ്രൊഡക്ടിവിറ്റി, ഫ്ലെക്സിബിലിറ്റി, ഇന്നോവേഷൻസ്, ഈ പ്രൊഡക്ടിവിറ്റി വർദ്ധിക്കുന്നത്
അല്ലെങ്കിൽ പുതിയ പുതിയ നേട്ടങ്ങൾ പുതുമകൾ കൊണ്ടുവരുമ്പോ അവിടെ എല്ലാം ഫ്ലെക്സിബിൾ ആകും, എല്ലാത്തിനും മാറ്റങ്ങൾ വരും. അപ്പൊ മാറ്റങ്ങൾക്ക് വിധേയമായി എന്തുണ്ടാകുന്നു? ഇക്കോണമിയുടെ മാറ്റം, വളർച്ച ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ കൺസ്യൂമേഴ്സും ബിസിനസ്സും ഒരുപോലെ വളരുന്നു എന്നുള്ളതാണ്. ക്ലിയർ ആയോ? നോക്കിയേ, സെന്റൻസ് ഒന്ന് വായിച്ചു നോക്കുക. ആ സെന്റൻസുകൾ മൂന്നും ഇമ്പോർട്ടന്റ് ആണ്. 3 സെന്റൻസ് ആയിട്ടാണ്, 4 സെന്റൻസ് ആയിട്ടാണ് ആ ഒരു കുഞ്ഞി പാരഗ്രാഫ് കിടക്കുന്നത്. ആ 4 സെന്റൻസും ഒന്ന് അണ്ടർലൈൻ ചെയ്തേ. മൂന്നാമത്തെ പോയിന്റില് 4 സെന്റൻസും അണ്ടർലൈൻ ചെയ്യാം. 4ഉം ഇമ്പോർട്ടന്റ് ആണ്. മനസ്സിലായില്ലേ? ആ പാരഗ്രാഫ് മനസ്സിലായല്ലോ അല്ലേ? കുറച്ചെടുത്തിട്ടുള്ളൂ, അധികം ഒന്നും എടുത്തിട്ടില്ല. ഒരു പേജും പിന്നെ മറ്റേ പേജിന്റെ ഒരു ഹാഫ് പാർട്ടും. അപ്പൊ അതൊക്കെ ഒന്ന് വായിച്ചു നോക്കിയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. ഓക്കെ, സീ യു, ബൈ. ഇടയിൽ ഏതെങ്കിലും ദിവസം കിട്ടണമെങ്കിൽ ഞാൻ ആരെങ്കിലും വായിച്ചിട്ട് വരാം. വയ്യാത്തതുകൊണ്ടാ, പ്രത്യേകിച്ച് ഭയങ്കര എഫിഷ്യന്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് നമ്മൾ ശല്യം ചെയ്യുന്നു ചുമ. സോ ഓക്കെ, സീ യു, താങ്ക് യു, ബൈ.